ദാസൻ ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് വീണ്ടും സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. इस अच्छे रात के लिए मैं परमेश्वर को धन्यवाद देता हूँ। നമ്മുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ ത്രിയേക ദൈവത്തിന് മഹത്വം. हमारा सृष्टिकर्ता और हमारा उद्धारकर्ता त्रिएक परमेश्वर को धन्यवाद। നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കട്ടെ. हमें अंधकार के राज्य से छुड़ाकर अपने प्रिय पुत्र के राज्य में लेके आकर और हमें मान सम्मान देकर उद्धार देकर राज पुरोहित बनाकर और प्रभु की महिमा के लिए खड़ा किया, उस प्रभु के नाम का स्नेह वंदन मैं आपको देना चाहता हूँ। ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒപ്പം കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും നന്ദിയും ഞാൻ അറിയിക്കുന്നു. और ये दिनों में प्रभु का वचन से बात करने के लिए प्रभु ने दिया हुआ ये मौका के लिए मैं प्रभु को धन्यवाद देता हूँ और पासवान को भी, कलिसिया को भी मैं धन्यवाद देता हूँ। കർത്താവ് ഈ പ്രവർത്തനത്തെ, ദൈവസഭയെ ധാരാളം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. അനേകരിലേക്ക് ദൈവം സുവിശേഷവുമായി നിങ്ങളെ എത്തിക്കട്ടെ. അനേകരെ ദൈവസഭയോട് ചേർത്ത് പണിയട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. मैं प्रार्थना करता हूं और इच्छा करता हूं कि आप लोग के जरिए से अनेक लोगों को सुसमाचार सुनाकर प्रभु में लेके आने के लिए और अनेक लोग आप लोगों के साथ जुड़ने के लिए प्रभु आपको सहायता करे कलीसियाई तौर से। ये मेरी प्रार्थना और इच्छा है। തിരുവെഴുത്തിൽ അടിസ്ഥാനപ്പെട്ട സഭയായി ദൈവം നിങ്ങളെ വളർത്തട്ടെ. प्रभु के वचन में बुनियाद रखकर बनाता हुआ एक कलीसिया बन जाए आपकी कलीसिया। നിങ്ങളെല്ലാവരും ദൈവ വിഷയമായി സമ്പന്നരാകട്ടെ. और प्रभु के विषय में आप सारे लोग जो हैं संपन्न होना चाहिए, नहीं तो रिच होना चाहिए। നിത്യതയുടെ ഏക ലക്ഷ്യത്തോടെ ജീവിപ്പാൻ, ഫോക്കസ്ഡ് ആയിട്ട്, ഇറ്റേണിറ്റി ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഭയായി ഒരുക്കട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. और मेरी इच्छा और प्रार्थना ये है कि आपका फोकस, आपका लक्ष्य जो है उस नित्य भवन के लिए होना चाहिए, नित्य जीवन में लक्ष्य होकर आप कलीसियाई तौर से चले, ये मेरी प्रार्थना है। ഞങ്ങളെയും സഭയായും കുടുംബമായും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. और आप लोग भी पासवान के लिए और उनके परिवार के लिए याद करके प्रार्थना करना, ये उनके लिए आशीष का कारण होगा। ഞങ്ങളുടെ ഡെയിലി ബൈബിൾ ക്ലാസ്സിൽ നിങ്ങൾ ചിലരെ ചേരുവാൻ ആഗ്രഹിക്കുന്നെന്ന് കർത്താവിന്റെ ദാസൻ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. पासवान का डेली क्लासेस में कुछ लोग ने इच्छा जताई कि उनके डेली क्लासेस में ज्वाइन होने के लिए, उसके लिए आपको प्रभु आशीष और अनुग्रह दे। ഇനി നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. आइए हम लोग प्रभु के वचन की ओर मुड़ेंगे। ദൈവസഭയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम लोग जो है प्रभु की कलीसिया के बारे में सीखते आ रहे हैं। ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കെട്ടുപണിയാണ്, പ്രോജക്റ്റാണ് ദൈവസഭ. प्रभु का सबसे बड़ा प्रोजेक्ट है प्रभु की कलीसिया। അതിന്റെ കാരണങ്ങൾ നമ്മൾ ആദ്യ ദിവസം കണ്ടു. उसका कारण क्या है, मकसद क्या है, कर पिछले दिनों में हम लोग ने देखा। അതിൽ നമ്മെ പങ്കാളികളാക്കാൻ ദൈവത്തിന് പ്രസാദമായി. और प्रभु की इच्छा ये हुआ कि इस बड़े प्लान में, इस बड़े प्रोजेक्ट में मैं और आप लोग भी सहभागी हो गए, उसमें मैं और आप लोग भी शामिल हो गए। അതിൽ നാം സന്തോഷിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. उसमें मैं और आप लोग अपने आप को समर्पित करके हमारे जिंदगी को अर्पित करें। നാം ദൈവസഭയുടെ ഉദ്ദേശങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
हम लोग प्रभु की कलीसिया के उद्देश्यों को नहीं तो मकसदों को जो है सीखते आ रहे हैं। ഇന്നലെ അതിൽ ഞാനൊരു പ്രയോഗം നടത്തിയിരുന്നു. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞും അതേപ്പറ്റി ചോദിച്ചു. പാർട്ട് ടൈം ക്രിസ്ത്യൻ ആൻഡ് പാർട്ട് ടൈം ലോർഡ് എന്നുള്ളത്. और क्लास के आखिर में हम लोग ने पार्ट टाइम क्रिश्चियन और पार्ट टाइम लॉर्ड के बारे में हम लोग ने देखा था, और उसमें से आप लोग ने कुछ लोग ने सवाल भी पूछे थे। നമുക്ക് ഒരു പനി വരുന്നു. हमें एक बुखार आ रहा है। ഡോക്ടറുടെ അടുക്കൽ, ക്ലിനിക്കിൽ, ആശുപത്രിയിലേക്ക് നമ്മൾ പോയി മരുന്ന് വാങ്ങുന്നു. और क्लिनिक में हॉस्पिटल में जाके हम लोग ने मेडिसिन लेने के लिए तैयार हो गए। ഡോക്ടർ പരിശോധിച്ച് മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു 3 ദിവസത്തെ മരുന്നുണ്ട്, നിങ്ങളിത് കഴിക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളെ പറ എങ്ങനെയുണ്ടെന്ന്. डॉक्टर ने कहा कि 3 दिन का मेडिसिन मैं आपको देता हूं, और ये 3 दिन के बाद में मुझे आके वापस रिविजिट करें। നമ്മൾ 2 ദിവസം കഴിച്ചപ്പോ തന്നെ അസുഖം മാറി. हमने 2 दिन खाने के बाद हमारा बीमारी चले गया समझो। നമ്മൾ സാധാരണ എന്നാൽ ഒരു ദിവസത്തെയും കൂടെ അങ്ങ് കഴിക്കാമെന്ന് വെക്കാറില്ല. 2 ദിവസത്തേത് കൊണ്ട് നമ്മൾ അങ്ങ് തൃപ്തരാകും. हम लोग 2 दिन में अगर बीमारी चले गए तो हम लोग सोचते हैं कि तीसरा दिन का क्यों दवाई लेना है, ऐसे ही तो हम लोग दूसरा दिन में ही दवाई खाना रोक देते हैं। ഇനി അഥവാ ആ ഫുൾ ഡോസ് ആ ഫുൾ കോഴ്സ് നമ്മൾ ചെയ്താലും 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോകുമോ കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ ആയിട്ട്? चलो अगर हम लोग फुल डोज खत्म भी किया समझो, 3 दिन पूरा दवाई लिया है, तो भी क्या 3 दिन के बाद क्या कंसल्टेशन के लिए क्या डॉक्टर के पास जाएंगे दोबारा हम लोग? സാധാരണഗതിയിൽ പോകാറില്ല. साधारण तौर से 3 दिन का डोज होने के बाद हम लोग फिर डॉक्टर को रिविजिट नहीं करेंगे। പിന്നെ പോകുന്നത് എപ്പോഴെങ്കിലും അസുഖം വരുമ്പോഴാണ്. फिर कब जाते हैं? दोबारा जब भी हम लोग बुखार होते हैं तब हम लोग जो है फिर जाते हैं। ഡോക്ടർക്കും അറിയാം ഇനി അസുഖം വന്നെങ്കിലേ ഒരു വരത്തുള്ളൂ. डॉक्टर को भी ये पता है कि अभी बीमारी होंगे तो ही ये लोग दोबारा आएंगे करके। നമ്മൾ ആ ഡോക്ടറിന്റെ പെർമനന്റ് രോഗിയാണോ? क्या वो डॉक्टर का हम लोग परमानेंट बीमारी है, पेशेंट है क्या? അല്ല അല്ലെ? हम लोग उस डॉक्टर के परमानेंट पेशेंट नहीं है। ഇതുപോലെ പലരും കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാറുണ്ട്. इसी तरह बहुत सारे लोग भी प्रभु के पास जाते हैं। എന്തിനാ പോകുന്നത്? किसके लिए जाते हैं? എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുമായി. कुछ जरूरतों के ऊपर, वो जरूरतों को पूरा करने के लिए प्रभु के पास जाते हैं। എപ്പോഴാ പോകുന്നത്? कब जाते हैं? ആവശ്യങ്ങൾ വരുമ്പോ. जब जरूरत होता है तब जाते हैं। ഇതാണ് പാർട്ട് ടൈം ക്രിസ്ത്യാനിറ്റി. ये है पार्ट टाइम क्रिश्चियनिटी का मतलब। ആവശ്യമുള്ളപ്പോൾ മാത്രം, ആവശ്യങ്ങൾക്കായി മാത്രം, കാര്യപ്രാപ്തിക്കായി മാത്രം ദൈവത്തെ അന്വേഷിക്കുക. जब जरूरत होगा तब, अगर जरूरत जब चाहिए, अगर कुछ चाहिए तब उसी समय केवल प्रभु के पास आना। എന്നാൽ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിലോ അവൻ സമയകാല ഭേദം കൂടാതെ എല്ലാ സമയത്തും ഒരേപോലെ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ അന്വേഷിക്കുകയും ഭക്തി കാണിക്കുകയും ചെയ്യും. लेकिन एक सच्चा प्रभु का व्यक्ति अगर होगा तो हर समय हर वक्त प्रभु के लिए वो उपलब्ध होगा, प्रभु को वो प्यार और प्रभु की सेवकाई वो करेगा। നാം എല്ലാ കാലത്തും ദൈവത്തിൽ ഒരേപോലെ ആശ്രയിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരുമാണോ? क्या हम लोग हर समय पर, हर अवस्था पर प्रभु को प्यार करने वाले हैं क्या? പെട്ടെന്നൊന്ന് പറഞ്ഞോ, നിങ്ങളുടെ പ്രതികരണം കൂടെ जल, നല്ലതായിരിക്കും. जल्दी बताइए आप लोग अनम्यूट करके।
അല്ല അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാർട്ട് ടൈം ക്രിസ്ത്യൻസ് ആണെന്ന് ഇന്നലെ പറഞ്ഞത്. नहीं है कर कर बोला है, तो हम लोग हर वक्त हर समय प्रभु को ऐसा प्यार नहीं कर पा रहे हैं, तो पार्ट टाइम क्रिश्चियंस है कर कर मैंने कल कहा। നാം അങ്ങനെ ആകാതിരിക്കുക. हम लोग ऐसा नहीं होना चाहिए। എല്ലാ കാലത്തും സുഖകാലത്തും സന്താപകാലത്തും ഒരേപോലെ നാം കർത്താവിനെ അന്വേഷിക്കുക. सुख में हो या दुख में हो, कोई भी अवस्था में हो, प्रभु को प्यार करने के लिए मैं और आप लोग समर्पित करना जरूरी है। നമുക്ക് ദൈവത്തെയാണോ വേണ്ടത്, അതോ ദൈവത്തിൽ നിന്നും വല്ലതുമാണോ വേണ്ടത്? मैं आपसे पूछता हूं कि हमें प्रभु चाहिए या प्रभु से कुछ चाहिए? നാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ അതോ ദൈവത്തിൽ നിന്നും വല്ലതും അന്വേഷിക്കുന്നവരാണോ? क्या हम प्रभु को खोजने वाले हैं या प्रभु से कुछ खोजने वाले हैं? സത്യം പറഞ്ഞാൽ ഇതിലേതാ ശരി? सच में ये दोनों में से कौन सा सही है? प्रभु को खोजने वाले। കർത്താവ് നമുക്കൊന്നും തന്നില്ലെങ്കിലും ദൈവമേ നീ മതി എനിക്ക് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് പറ്റുമോ? मैं आपसे पूछता हूं कि अगर प्रभु ने हमें कुछ भी नहीं दिया, समझो, क्या हम प्रभु को दिल खोलकर बोलेंगे, प्रभु अगर तू कुछ भी नहीं दिया तो भी मुझे तेरी जरूरत है? Ideally, yes. Ideally, yes. Yeah. It should be practically yes. आइडियली यस खाली नहीं, बल्कि हमारे दिन प्रति जीवन में भी वो हाँ होना चाहिए। യേശു കർത്താവ് അപ്പം ജനത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോയി. यीशु मसीह ने 5,000 लोगों के लिए रोटी तोड़कर उनको खिलाने के बाद वहां से दूसरा जगह पर चले गए। ആരോടും പറയാതെ പോയത്. किसी से नहीं कहा और वो दूर चले गए। ജനമെല്ലാം കൂടെ യേശുവിനെ അന്വേഷിച്ച് ഒടുവിൽ യേശുവിനെ കണ്ടെത്തി. आखिर में लोगों ने ढूंढकर यीशु को उन लोग ने पाया। അപ്പൊ ചോദിച്ചു, കർത്താവ് ഇത് എന്തിനാ ഇങ്ങനെ പോയത്? ഞങ്ങൾ എവിടൊക്കെ അന്വേഷിച്ചു നിന്നെ. तब लोगों ने पूछा कि आप क्यों चले गए, हमने कहां कहां आपको खोजा था। കർത്താവ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? आपको पता है यीशु मसीह ने उनको क्या कहा था? तुम केवल शारीरिक रोटी खाने के लिए मेरे पीछे आए हो। യെസ്. അടയാളം കണ്ടതുകൊണ്ട് ഞാൻ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ മശിഹാത്വം നിമിത്തമല്ല നിങ്ങൾ എന്നെ അന്വേഷിച്ചത്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രമാണ്. देखिए, यहाँ पर यीशु यूहन्ना रचित सुसमाचार 6वां अध्याय में इस तरह कहता है कि तुमने चिन्हों को देखा और विश्वास किया, इसलिए नहीं मेरे पीछे आए, बल्कि तुमने रोटी खाकर तृप्त हुए, इसके लिए तुम मेरे पीछे आए हो। നാം അങ്ങനെയാകരുത്. मैं और आप लोग ऐसा नहीं होना चाहिए। അന്ന് മുതൽ യേശുവിന്റെ ശിഷ്യന്മാർ ഏതാണ്ട് എല്ലാവരും കർത്താവിനെ വിട്ടുപോയി. और 6वां अध्याय यूहन्ना 6 में जब हम पढ़ेंगे तो यीशु मसीह के उस उपदेश के कारण बहुत सारे लोग, इवन चेलों में से भी यीशु को छोड़कर चले गए। ഒടുവിൽ 12 ശിഷ്യന്മാർ മാത്രം ശേഷിച്ചു. और आखिर में केवल 12 चेले ही बाकी बचे थे। യേശു കർത്താവ് ചോദിച്ചു, ദാ വാതിൽ തുറന്നു കിടക്കുക, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകാം. तब यीशु ने मुड़कर अपने चेलों से कहा कि क्या तुम भी जाना चाहते हैं तो जा सकते हैं। എന്നാൽ ശിഷ്യന്മാർ എന്താ പറഞ്ഞത്? लेकिन चेले लोग ने क्या कहा? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? उन्होंने इस तरह कहा कि हम किसके पास जाएं? നിത്യജീവന്റെ വചനങ്ങൾ
നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. अनंत जीवन की बातें तो तेरे ही पास है कर कर 6 लोग ने यीशु मसीह से कहा. അപ്പം തിന്നാനോ അത്ഭുതങ്ങൾ കാണാനോ രോഗസൗഖ്യം നേടാനോ ആയിരുന്നില്ല അവർ യേശുവിനെ അനുഗമിച്ചത്. യേശു മശിഹയാണെന്ന് മനസ്സിലാക്കി നിത്യജീവദാതാവാണെന്ന തിരിച്ചറിവോടെയാണ് അവർ യേശുവിനെ അനുഗമിച്ചത്. रोटी खाने के लिए या दुनियाई कोई वस्तुओं के लिए नहीं यीशु के चेले यीशु के पीछे गए, बल्कि उन्होंने जान लिया कि यही मसीहा है, यही दुनिया का उद्धार करता है और यही जीवन देता है. अनंत जीवन की बातें इसी में है. ये समझकर चेले यीशु के पीछे गए थे. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. यही दर्शन, यही विजन जो है मुझे और आप लोगों को होना है. എനിക്ക് എന്റെ ആഗ്രഹം അനുസരിച്ച് ഒന്നും തന്നില്ലെങ്കിലും प्रभु जी, मैंने जो मांगा नहीं तो मैंने जो डिजायर इच्छा किया वो कुछ भी आपने नहीं दिया तो भी എനിക്കുള്ളത് എന്തെങ്കിലും അങ്ങ് തിരിച്ചെടുത്താലും मेरा जो कुछ भी अगर आपने वापस लिया तो भी ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. मैं आपको छोड़कर नहीं जाऊंगा. ഞാൻ അങ്ങയെ സ്നേഹിക്കും. मैं आपसे मोहब्बत करूंगा. ഞാൻ അങ്ങയെ അനുഗമിക്കും, मैं आपके पीछे चलूंगा അനുസരിക്കും. और आपके बातों को मानूंगा അങ്ങയുടെ ഇഷ്ടമെല്ലാം ഞാൻ നിവർത്തിക്കും. और आपकी इच्छा को मैं पूरी करूंगा. എനിക്ക് അങ്ങയെ മാത്രം മതി. मुझे केवल आप ही काफी है. ആ ഒരു സമർപ്പണത്തിലേക്ക് നാം എത്തിച്ചേരണം. और ऐसा एक समर्पण, ऐसा एक कमिटमेंट में मैं और आप लोग अपने आप को प्रभु के हाथों में दे. ഏതാണ്ട് 200 കൊല്ലം മുമ്പ് ആസാമിലെ ആ ഒരു ഭക്തനായ രക്തസാക്ഷിയായ ആദിവാസി യുവാവ് പറഞ്ഞതുപോലെ നാമും പറയണം. एक 200 साल पहले आसाम के गांव में एक आदिवासी एक लड़के ने कहा, वो बात मैं और आप लोग भी रिपीट करना चाहिए. നമുക്കറിയാവുന്ന പാട്ടാണല്ലോ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. हम वो गीत को जानते हैं, यीशु के पीछे मैं चलने लगा. സ്തോത്രം. आमीन. താൻ രക്തസാക്ഷിയായി തീരുന്നതിന് മുമ്പ് യേശുവിനെ ഉപേക്ഷിക്കുവാൻ താക്കീതുകൾ ലഭിച്ചു. ये आसाम का ये आदिवासी लड़का मार्टियर होने से पहले, मतलब प्रभु के लिए मरने से पहले बहुत कुछ बातें उनके सामने उसे ताड़ना से पूछा, नहीं तो प्रभु को इनकार करने के लिए बहुत कुछ बातें उसे कहा. ഗാരോ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ और एक स्पेशल आदिवासी ट्राइब में है ये युवा लड़का. തന്റെ സമ്പത്ത് മുഴുവനും അവര് കണ്ടുകിട്ടുമെന്ന് പറഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു വാചകമാണ്, യു ടേക്ക് ദ ഹോൾ വേൾഡ് ബട്ട് ഗിവ് മീ ജീസസ്. जब लोगों ने कहा कि तेरा जो कुछ भी है, घर या जो कुछ भी है, संपत्ति है, उसको हम लोग लेंगे करके तो कहा कि दुनिया तुम पूरा ले लो, मुझे यीशु को दे दो. അതെ, നമുക്കുള്ളത് മുഴുവനും മറ്റാരെങ്കിലും കൊണ്ടുപോയാലും എനിക്ക് യേശുവിനെ മാത്രം മതി, കർത്താവേ നീ മാത്രം മതി എനിക്ക് എന്ന് കർത്താവിനോട് പറയാൻ നമുക്ക് കഴിയണം. देखिए भाइयों बहनों, दुनिया में प्रभु ने हमको दिया हुआ बातें जो कुछ भी लेके जाएगा तो भी मुझे यीशु ही काफी है कर कर बोलने के लिए ऐसा एक समर्पण प्रभु मुझे आप लोग को दे. അല്ലെങ്കിൽ നാം പാർട്ട് ടൈം ക്രിസ്ത്യൻസ് ആയി തീരും. अगर ऐसा नहीं है तो हम लोग पार्ट टाइम क्रिश्चियंस हो जाएंगे कर कर मैं आप लोग से चेतावनी देता हूं. സ്തോത്രം. ആ അനുഭവങ്ങളിലൂടെ മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. और ऐसा अनुभव में हमको प्रभु लेके जाए, ऐसा हम लोग प्रार्थना करते हैं. ഇന്ന് ഈ ക്ലാസ്സുകളുടെ അവസാന ഭാഗമാണല്ലോ. ये बाइबल क्लास का आखिरी सेशन है. പഠിക്കാൻ നമുക്ക് ഇനിയും ബാക്കിയുണ്ടെങ്കിലും സമയം നമ്മുടേത് തീരുകയാണ്. सीखने के लिए और भी बातें हैं, लेकिन हमारा समय यहाँ पर खत्म हो रहा है. ഏതാണ്ട് 10 ഉദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. मैं आप लोग के सामने
कलीसिया का 10 मकसद को 10 पर्पस को जो है आपके सामने रखना देना चाहता हूं। ഒന്നാമത് നമ്മൾ കണ്ടു, സ്തോത്രം, ടു ബി ക്രൈസ്റ്റ് ഓൺ, ദൈവത്തിന്റെ സ്വന്തമായിരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മെ देखिए പറ്റിയുള്ള, സഭയെ പറ്റിയുള്ള കർത്താവിന്റെ ലക്ഷ്യം. कलीसिया का पहला मकसद क्या है? कि हम खुदा के हैं, मसीह के हो जाए। ये है परमेश्वर के कलीसिया का पहला मकसद। രണ്ടാമത്തേത് നാം കണ്ടു, വി ബിക്കം ദ വെരി സാങ്ച്വറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിശുദ്ധ നിവാസമായി നാം തീരണം. दूसरा हम लोग ने देखा कि हम परमेश्वर के मस्कन बन गए, नहीं तो परमेश्वर के निवास स्थान बन जाते हैं। നാം ദൈവത്തിന്റെ ആലയമായി, നിവാസമായി മാറുക. और वही दूसरा हम लोग ने देखा कि हम परमेश्वर के मंदिर और परमेश्वर का निवास स्थान मस्कन बने। മൂന്ന്, നാം ദൈവത്തെ സ്നേഹിക്കുക. और तीसरा जो है, हम लोग परमेश्वर को प्यार करें, प्रेम करें। ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി നാം തീരുക. और परमेश्वर को प्यार करने वाला, प्रेम करने वाला एक कम्युनिटी बने। 4, ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. चौथा, परमेश्वर ने मुझे आप लोग को क्यों रखा है, उसका मकसद क्या है? चौथा मकसद यह है कि परमेश्वर की महिमा के लिए, फॉर गॉड्स ग्लोरी। അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചു, ടു ഡിസ്പ്ലേ ഹിസ് മാജസ്റ്റി, ഹിസ് മാനിഫോൾഡ് വിസ്ഡം, ഹിസ് ഇൻകംപയറബിൾ ലവ് and all those things. हमने उसके साथ देखा कि उसकी महिमा को और उसके ज्ञान को, नहीं तो हिकमत को, और उसके उस मैजेस्टी को प्रकट करने के लिए प्रभु ने मुझे आप लोग को रखा गया है कलीसियाई तौर से। അഞ്ചാമതായി നാം ഇന്നലെ കണ്ടു, ടു മാനിഫെസ്റ്റ് ഓർ ടു ഡിസ്പ്ലേ ഗാഡ്സ് ഗ്രേസ്, ഗ്രേസ് ടുവേർഡ്സ് ഹിസ് അബണ്ടന്റ് ഗ്രേസ് ടുവേർഡ്സ് the sinful community of humanity. पांचवा बात हम लोग ने कल देखा वो है कि परमेश्वर का फजल, परमेश्वर की अनुग्रह को प्रकट करने के लिए परमेश्वर ने कलीसियाई तौर से हमें रखा है। പാപങ്ങളിൽ മരിച്ചു കിടന്നിരുന്ന നമ്മോട് കരുണാസമ്പന്നനായ ദൈവം വെളിപ്പെടുത്തിയ തന്റെ കൃപയുടെ ആധിക്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം സഭയെ ആക്കി വെച്ചിരിക്കുന്നു. पाप में गिरे हुए मुझे आप लोगों को उसमें से दलदल की कीच से हमें छुड़ाकर अपनी दया और अपनी करुणा और अपने फजल से छुड़ाया। ये फजल को अंधकार में पड़े हुए दुनिया को प्रकट करने के लिए कलीसिया को प्रभु ने रखा है। ആറാമതായി നാം കണ്ടു, ടു ഡിസിപ്ലിൻ ദ ഡിസൈപ്പിൾസ് ഓർ ബിലീവേഴ്സ്, ശിഷ്യരെ, ദൈവമക്കളെ അച്ചടക്ക നടപടികളിലൂടെ നടത്തി കൊള്ളാകുന്നവരാക്കി തീർക്കാൻ. और छठवां हम लोग ने देखा कि कलीसिया के भीतर आए हुए विश्वासियों को, नहीं तो प्रभु यीशु मसीह के चेलों को डिसिप्लिन करने के लिए कलीसिया को परमेश्वर ने रखा गया है। ഏഴാമതായി നാം കണ്ടു, ടു പ്രൊവൈഡ് ഫെലോഷിപ്പ്, കൂട്ടായ്മയ്ക്ക് വേണ്ടി. सातवां हम लोग ने देखा कि प्रभु ने कलीसिया का रखने का मकसद यह है कि रफाकत के लिए, नहीं तो संगति के लिए प्रभु ने कलीसिया को रखा है। അതുകൊണ്ട് കൂട്ടായ്മ വിട്ടുപോകാൻ ആരും ശ്രമിക്കരുത്. इसके लिए फेलोशिप तोड़कर जाने के लिए, संगति तोड़कर जाने के लिए कोई प्रयास हम में से कोई नहीं करे। നമ്മെ എല്ലാവരെയും ദൈവം ഓരോ പ്രാദേശിക സഭകളിലാക്കി വെച്ചിരിക്കുന്നു. परमेश्वर ने हर एक लोगों को एक लोकल चर्च में परमेश्वर की इच्छा के अनुसार रखा है। ചെറുതോ വലുതോ ആയ പ്രാദേശിക സഭ, बड़ा चर्च हो या छोटा चर्च हो, जो भी है परमेश्वर ने आपको उस जगह पर रखा है। കൂട്ടായ്മയാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. परमेश्वर हमारे लिए क्या चाहता है? फेलोशिप, रफाकत, संगति चाहता है प्रभु हमारे लिए। അത് എപ്പോഴൊക്കെ നമുക്ക് അവസരങ്ങൾ ലഭിക്കുമോ അപ്പോഴൊക്കെ നാം സഭായോഗങ്ങൾ മുടക്കാതെ സംബന്ധിക്കണം.
इसके लिए जो जब कभी हमें टाइम मिलेंगे, हम लोग जो है कलीसिया के सर्विसेज को हम लोग मिस नहीं करें, उसमें हम लोग सहभागी हो जाए। എബ്രായ ലേഖനം 10:24-25 വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. इब्रानियों के खत 10वां अध्याय उसका 24 और 25वां वचन बड़ा बहुमूल्य है। Yeah, one of you can please read. और प्रेम और भले कामों में उस्काने के लिए हम एक दूसरे की चिंता किया करें और एक दूसरे के साथ इकट्ठा होना न छोड़े, जैसे कि कितनों की रीति है, पर एक दूसरे को समझाते रहें, और ज्यों ज्यों उस दिन को निकट आते देखो, त्यों त्यों और भी अधिक यह किया करो। സ്തോത്രം. ചിലർ ചെയ്തു വരുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. देखिए वहां पर 25वां वचन में क्या लिखा है कि जैसे कि कितनों की रीति है कि आपस में मिलना, संगति करना, उसे हम लोग त्याग नहीं दे, उसे हम छोड़ ना दे। നമ്മൾ കൂടി വരുന്നത് രാഷ്ട്രീയം പറയാനാകരുത്. हम लोग इकट्ठा होते हैं पॉलिटिक्स खेलने के लिए नहीं आते हैं। നാം ഒരുമിച്ച് കൂടുന്നതിനാൽ ആത്മീയ വർധനവാണ് വേണ്ടത്. हम लोग जब इकट्ठा होते हैं तो हमारे आत्मिक जीवन की बढ़ोतरी के लिए हम लोग मिलकर आते हैं। നമ്മുടെ കൂട്ടായ്മ ദൈവത്തിന് മഹത്വമാകണം. हमारा संगति, हमारा मिलना प्रभु को महिमा देना चाहिए। നമുക്ക് പരസ്പരം ആത്മീയ വർധനവാകണം. हमारे लिए आपस में एक आत्मिक बढ़ोतरी होना चाहिए। അത് കംഫർട്ട്, പരസ്പരം ആശ്വാസകരമാകണം. आपस में कंफर्ट होना चाहिए, आपस में जो है हम लोग एक दूसरे की बोझ को लेना चाहिए। നാം ഒരുമിച്ച് കൂടുന്നതിനാൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. हम लोग आपस में मिलते हैं, इसके लिए हमारा उम्मीद बढ़ना चाहिए। എൻകറേജ്മെന്റ്, ധൈര്യപ്പെടുത്തലിന് കാരണമാകണം. हम आपस में जो है धैर्य दे, आपस में जो है याव बांधे। അങ്ങനെയുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ऐसा संगति, रफाकत हमें बहुत जरूरी है। ഞാൻ ഒരിക്കൽ വായിച്ച കാര്യം ഓർക്കുന്നുണ്ട്. पासवान ने एक बार पढ़ा हुआ एक विषय को अभी याद करते हैं। ഒരു വിശ്വാസി ചർച്ചിൽ പോകുന്നത് നിർത്തി. एक विश्वासी जो है चर्च में जाने के लिए बंद किया। പാസ്റ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. पास्टर उनके घर में गए। ഇപ്പോഴത്തെ പോലെ തണുപ്പ് കാലമാണ്. अभी के टाइम जैसा एक ठंडी का मौसम है। ആ വീട്ടുകാര് തീ കായുന്ന സമയമായിരുന്നു. और उस सर्दी के कारण वो लोग आग के सामने बैठे हैं। ഈ പാസ്റ്ററും ചെന്ന് അവിടെ ഇരുന്നു. पास्टर भी जाकर उनके साथ बैठ गए। ആരും ഒരക്ഷരവും മിണ്ടുന്നില്ല. कोई आपस में बात नहीं कर रहे। കുറെ നേരം തീ കാഞ്ഞ ശേഷം പാസ്റ്റർ ആ അടുപ്പിൽ നിന്ന് ഒരു കത്തിക്കൊണ്ടിരുന്ന ഒരു വിറക് കഷ്ണം എടുത്ത് മാറ്റിവെച്ചു. और ऐसा ये लोग बैठकर सर्दी के कारण आग के सामने बैठे हुए थे। उस समय पास्टर ने उस आग में से एक लकड़ी का टुकड़ा को बाहर निकाला। കുറച്ചു നേരം കൂടെ അത് കത്തി. और थोड़ा और वो लकड़ी का टुकड़ा जला। പിന്നെ അത് കെട്ടു. जलने के बाद थोड़ा टाइम के बाद वो बंद हो गया। പിന്നീട് അതിൽ നിന്നും പുക വരാൻ തുടങ്ങി. फिर उसके बाद जो है उसमें से धुआं निकलने लगा, ब्लैक कलर का धुआं निकलने लगा। എല്ലാവരുടെയും കണ്ണിലും മൂക്കിലും ഒക്കെ കേറി തുമ്മലും ചീറ്റലും ചുമയൊക്കെ ആയി. और ये काला धुआं के कारण आंखों में आ गए और इरिटेशंस होने लगे। പാസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വാക്കും പറയാതെ പ്രാർത്ഥിക്കാതെ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. पास्टर वहां से जाने के लिए प्लान किया, बिना प्रार्थना करते हुए जाने के लिए प्लान किया। അദ്ദേഹം ഇറങ്ങിപ്പോയി. और वो चले गए बाहर। ആ വീട്ടുകാരൻ ഓടിച്ചെന്ന് പാസ്റ്ററോട് ക്ഷമ പറഞ്ഞു. और वो घर वाले जाकर वो पास्टर से माफी मांग। പാസ്റ്റർ വല്ലതും പറഞ്ഞു അവിടെ? क्या पास्टर ने कुछ कहा वहां पे? ഒരക്ഷരം മിണ്ടിയില്ല. पास्टर ने एक वर्ड भी नहीं कहा उनसे।
പക്ഷെ ഒരു വലിയ സന്ദേശം അദ്ദേഹം അവിടെ കൊടുത്തു. लेकिन वो ऑब्जेक्ट लेसन से एक बड़ा सा एक मैसेज जो है उनको समझ में आया. അദ്ദേഹം ചെന്ന് പറഞ്ഞു, മനസ്സിലായി പാസ്റ്ററെ, കാര്യം മനസ്സിലായി, ഇനിമേലിൽ ഞാൻ കൂട്ടായ്മ മുടക്കില്ല. तब उन्होंने कहा कि पास्टर, ये बात से हम लोग को समझ में आया, इसके लिए अभी हम लोग संगति नहीं तोड़ेंगे. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? आप लोग को समझ में आया ना मैंने क्या कहा? നമ്മൾ കുറച്ച് പച്ചയായാലും കത്താൻ നമുക്കൊറ്റയ്ക്ക് വയ്യാത്തതാണേലും കൂട്ടത്തിൽ അങ്ങ് കത്തിപ്പോവും. देखे, अगर एक हरा लकड़ी हो, वो लकड़ी जलने के लिए थोड़ा मुश्किल है. एक लकड़ी हरा है, वो जलने के लिए मुश्किल है, तो भी अगर वो लकड़ी बाकी सारे लकड़ियों के साथ संगति में है तो बाकी सारों के साथ ये भी जलेगा. എത്ര നല്ല ഉണങ്ങിയ വിറകാണേലും ഒറ്റയ്ക്ക് അതിന് കത്താൻ പറ്റില്ല. लेकिन अगर कितना भी सूखा लकड़ी हो, अगर अकेला है तो वो अकेला नहीं जल सकता है. പ്രിയരെ, നമ്മെ ദൈവസഭയിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കൂട്ടായ്മയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുക. प्रभु के लोगों, प्रभु ने मुझे और आप लोगों को एक संगति में रखा है. प्रभु के लोगों के साथ संगति में, प्रभु के पवित्र लोगों के साथ संगति में प्रभु ने मुझे और आप लोग को रखा है. നമുക്ക് കൂട്ടായ്മയ്ക്കായി തന്നിരിക്കുന്ന ലോക്കൽ സഭയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, വിശുദ്ധന്മാരുടെ കൂട്ടത്തിന് വേണ്ടി നാം നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. हम लोग प्रार्थना करेंगे, परमेश्वर ने हमें ऐसा एक लोकल चर्च दिया, ऐसा एक रफाकत दिया पवित्र लोगों के साथ, उसके लिए मैं और आप लोग प्रभु को धन्यवाद करते रहना है. ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കാണുമല്ലോ. इतने बातें आप लोग को समझ में आया कर मैं विश्वास करता हूँ. എട്ടാമത് 8, 9, 10 കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 8, 9 और 10 तीन और बात बताकर जो कलीसिया का मकसद है बताकर मैं बंद करता हूं. എട്ടാമത്തെ ഉദ്ദേശം ആണ് ടു ബി എ റിസ്ട്രെയിനിങ് ആൻഡ് എൻലൈറ്റനിങ് ഫോഴ്സ് ഇൻ ദിസ് സിൻഫുൾ വേൾഡ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ എന്നെയും നിങ്ങളെയും സഭയായി ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നാം ഈ ലോകത്തിൽ ഒരു സംരക്ഷണ ശക്തിയായും പ്രകാശിപ്പിക്കുന്ന ശക്തിയായും നിലനിൽക്കുക എന്നതിനാണ്. परमेश्वर ने कलीसिया तौर से हमें इसलिए रखा है, पापमय से भरा हुआ ये दुनिया में प्रकाशित होकर नूर के समान चमकने के लिए, ज्योति देने के लिए, इन्फ्लुएंस करने के लिए प्रभु ने कलीसिया तौर में हमें रखा है. അതിലൊരു പദം വളരെ ശ്രദ്ധിക്കണം. उसमें से एक पद जो है आप लोग गौर से सुनना. God has set the church in this world to be a restraining force. परमेश्वर ने कलीसिया को इसलिए रखा है एक रिस्ट्रेनिंग फोर्स होकर इस कलीसिया में, इस दुनिया में परमेश्वर ने हमको रखा है. മനസ്സിലായോ എന്താണെന്ന് വിശദീകരിക്കണോ? क्या मैं उसको डिटेल में बताना है? വേണം. ഓക്കെ, പറയാം. അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം. वो समझने के लिए जल्दी एक एग्जाम्पल मैं देता हूँ. ഉദാഹരണമല്ല, തെളിവാണ്. उदाहरण नहीं है बल्कि एक सबूत है. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ചിലർ ഇത് ഇവിടെ ഉണ്ട്. അവർക്കൊരു പക്ഷേ ഒരു ആവർത്തനമാകും, എന്നാലും സദയം ക്ഷമിച്ചാലും. मेरे बाइबल क्लास में आने वाले कुछ लोग यहाँ पर हैं, उनके लिए रिपीटेशन होगा, माफी चाहता हूँ. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുവാൻ എന്തല്ലായിരുന്നു കാരണം? सोदोम गोमोरा को खत्म नहीं करने के लिए वो कारण क्या था? खत्म करने के लिए कारण क्या नहीं था? ओके, हाँ, ഓക്കെ, യാ. രണ്ട് ഓപ്ഷൻസ്. യാ. ഒന്ന്, പാപികളുടെ പെരുപ്പം. രണ്ട്, നീതിമാന്മാരുടെ കുറവ്. और सोदम गोमोरा को
परमेश्वर खत्म करने के लिए कारण क्या नहीं था? सबसे पहला, पापियों का एक बहुतायत उस जगह पर था, नंबर 1। दूसरा जो है, आत्मिक लोग कम थे उस सोदोम गोमोरा में। प्लीज कम ऑन। आत्मिक लोग कम थे। What was not the reason? पापी लोग എന്തല്ലായിരുന്നു കാരണം? Can you please പോട്ടെ, repeat അത് the നെഗറ്റീവായിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അതുകൊണ്ട് കൺഫ്യൂഷൻ ആകും. ഞാനത് തിരിച്ചു പറയാം. ആ ചോദ്യം ഞാൻ പോസിറ്റീവായിട്ട് ചോദിക്കാം. इंग्लिश में बोल दो आप। Yeah. So the question was in a negative sense. I will just revert it into a positive question. What was the reason for God to destroy Sodom and Gomorrah? Two options. One, the scarcity, the plentiness of sinners, or second one, the scarcity of righteous people. तो सदोम गमोरा को नाश करने का कारण क्या था? पहला, पापी बहुत थे इसलिए, या धर्मी कम थे इसलिए? दोनों कारण थे, दोनों। पापी ज्यादा थे। नहीं नहीं नहीं, कोई एक ही। धार्मिक लोग कम थे। पापी ज्यादा स्तोत्रम। थे। पाप ज्यादा हुआ। पाप बढ़ रहा था वहां पे, इसके लिए फर्स्ट ऑप्शन बढ़ते। धार्मिक लोग कम थे। धार्मिक लोग Absolutely, absolutely. പാപികളുടെ പെരുപ്പമല്ലായിരുന്നു സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ കാരണം. सोदोम गोमोरा को खत्म करने का कारण ये नहीं था कि उस जगह पर बहुत सारे पापी लोग थे। പാപികൾ ഒത്തിരി ഉണ്ടായിരുന്നു, പാപവും പെരുകി. സത്യമാണ്. पापी लोग बहुत थे और पाप भी बढ़ गया, ये सच बात है। പക്ഷെ അതായിരുന്നില്ല നാശത്തിന്റെ കാരണം. लेकिन सोदोम गोमोरा को नाश करने का कारण वो नहीं था। പിന്നെന്തായിരുന്നു? फिर क्या था कारण? നീതിമാന്മാരുടെ കുറവ്. और वहां पर धार्मिक लोग, रास्तबाज लोग कम थे। വായിച്ചോളൂ, നോക്കിക്കോ. ഉൽപ്പത്തി 18 22 23 വാക്യങ്ങൾ. पैदाइश 18 का 22 और 23 जरा देखिए। पैदाइश 18 का 22 और 23। तब वे पुरुष वहां से मुड़ के सदोम की ओर जाने लगे और अब्राहम यहोवा के आगे खड़ा रह गया। तब अब्राहम उसके समीप जाकर कहने लगा, क्या तू सचमुच दुष्ट के संग धर्मी का भी नाश करेगा? अगला वचन. कदाचित उस नगर में 50 धर्मी हो, तो क्या तू सचमुच उस स्थान को नष्ट करेगा और उन 50 धर्मियों के कारण जो उसमें हो न छोड़ेगा? परमेश्वर ने क्या जवाब दिया? नहीं आगे मारूंगा बढ़िए. अगर हाँ। इस प्रकार का काम करना तुझसे दूर रहे कि दुष्ट के संग धर्मी को भी मार डाले और धर्मी और दुष्ट दोनों की एक ही दशा हो। यह तुझसे दूर रहे। क्या सारी पृथ्वी का न्याय ना करे? यहोवा ने कहा, यदि मुझे सदोम में 50 धर्मी मिलें तो उनके कारण उस सारे स्थान को छोड़ूंगा। कार्य മനസ്സിലായോ? आप लोग को समझ में आया? സൊദോം ഗൊമോറയെ നശിപ്പിക്കാതിരിക്കാൻ അബ്രഹാം ഇപ്പോൾ ഇടിവിൽ നിൽക്കുന്നു. देखिए, सोदोम गोमोरा को नाश नहीं करने के लिए अब्राहम जो है बिचवाई कर रहा है। അതിന് ചോദിച്ച ചോദ്യം കണ്ടോ? ദുഷ്ടനോടുകൂടെ ദൈവമേ അങ്ങ് നീതിമാനെയും നശിപ്പിക്കുമോ? तो सवाल देखिए क्या पूछ रहा है, क्या दुष्ट के साथ रास्तबाज को, धर्मी को भी तू खत्म करेगा? നശിപ്പിക്കുമോ? क्या नाश करेगा? ഇല്ല. नहीं। അതിന് അബ്രഹാം മുൻപോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വാദം, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവർ നിമിത്തം ദൈവമേ
അങ്ങ് അവിടെയുള്ള ദുഷ്ടന്മാരെയും കൂടെ സംരക്ഷിക്കത്തില്ലേ? तो अब्राहम परमेश्वर से कहता है कि उस स्थान को क्या तू नष्ट करेगा? अगर 50 धर्मी के कारण अगर वहां पर है तो क्या तू नष्ट करेगा? ദൈവം പറഞ്ഞില്ല 50 നീതിമാന്മാരെ അവിടെ കണ്ടാൽ ഞാൻ സൊദോം ഗൊമോറയെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പാപികളെ പോലും കൊല്ലത്തില്ല. तो परमेश्वर ने कहा कि अगर उतना लोग हैं तो किसी को भी मैं खत्म नहीं करूंगा, पापियों को मैं खत्म नहीं करूंगा कर परमेश्वर कहता है. അബ്രഹാമിന് മനസ്സിലായി 50 പേരില്ലെന്ന് അവിടെ तो നീതിമാന്മാർ. अब्राहम को पता चला कि वहां पर 50 लोग भी नहीं है. 50 എന്ന് മിനിമത്തിലേക്ക് വരിക. അബ്രഹാം ലാസ്റ്റ് എത്ര പറഞ്ഞത്? अब्राहम जो है 50 से फिर मिनिमम में आया, आखिर में कितना कहा? 10. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ അവരുടെ നിമിത്തം സൊദോം ഗൊമോറയെ നീ നശിപ്പിക്കാതിരിക്കത്തില്ലേ? आखिर में 10 में आकर कहा अगर 10 धर्मी है तो क्या तू नष्ट करेगा? ദൈവം പറയുന്നു 10 പേരുണ്ടെങ്കിൽ ആ നീതിമാന്മാർ നിമിത്തം ഞാൻ സൊദോം ഗൊമോറയെ സംരക്ഷിക്കും. तो अगर 10 धर्मी है तो मैं सोदोम गोमोरा को मैं बचाऊंगा, नहीं खत्म करूंगा. പക്ഷെ നമുക്കറിയാം ദൈവം അതിനെ നശിപ്പിച്ചു. लेकिन फिर हमें पता है परमेश्वर ने उस सोदोम गोमोरा को नाश किया. ഇനി നിങ്ങൾ പറ, എന്തായിരുന്നു കാരണം? പാപികൾ ഒത്തിരി ഉണ്ടായിരുന്നതാണോ അതോ നീതിമാന്മാർ കുറവായിരുന്നു എന്നതാണോ? तो आप मुझे बताइए कि खत्म करने का, सोदोम गोमोरा को नाश करने का कारण पापी लोग ज्यादा थे इस वजह से थे, या धर्मी लोग, रास्तबाज लोग कम थे इस वजह से थे? धर्मी लोग कम थे. സ്തോത്രം. നീതിമാന്മാർ കുറവായിരുന്നു. और धर्मी लोग कम थे कर हम लोग देखते हैं. 10 നീതിമാന്മാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നീതിമാന്മാർ സൊദോം ഗൊമോറയെ നശിക്കാതെ സംരക്ഷിക്കുന്ന റിസ്ട്രെയിനിങ് ഫോഴ്സ് ആയി നിന്നേനെ. अगर 10 धर्मी लोग, रास्तबाज लोग अगर होते तो सोदोम गोमोरा नाश नहीं होता, क्योंकि ये 10 धर्मी लोग एक रिस्ट्रेनिंग फोर्स के जैसा उसे नाश नहीं होने के लिए बचा पाते थे. മനസ്സിലാവുന്നുണ്ടല്ലോ? समझ में आया आप लोगों को? ഇപ്പം ഇന്ത്യ ഏതെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു, റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. और हमें पता है कि रशिया और उक्रेन में लड़ाई हो रहा है, या पैलेस्टाइन और पैलेस्टाइन में भी इसराइल और उसके इसराइल और पैलेस्टाइन का लड़ाई हो रहा है. हमें पता है कि ये दोनों देशों में लड़ाई हो रहा है. ഇപ്പം ഇസ്രായേൽ പലസ്തീനിൽ ബോംബിടുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം ഉറപ്പിക്കും. इसराइल जो है पैलेस्टाइन में बॉम्ब डालने से पहले एक बात वो लोग पक्का करता है. അവർ ബോംബിടാൻ പോകുന്നിടത്ത് അവരുടെ പൗരന്മാരാരും ഇല്ല എന്ന്. पैलेस्टाइन में बॉम्ब डालने से पहले ये एक बात वो लोग पक्का करते हैं कि वो पैलेस्टाइन में इसराइली लोग कोई है या नहीं. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാ ചെയ്യും. केवल इसराइल ऐसा नहीं है, सारे देश के लोग ऐसे ही है. इस देश में उन लोग कुछ करने से पहले उनके सिटीजन्स वहां पर है या नहीं है करके देखते हैं. അവരുടെ പൗരന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവർ ആ ദേശത്തെ സംരക്ഷിക്കുന്നതിന് പര്യാപ്തരാകും. അവർ നിമിത്തം അവർ താമസിക്കുന്ന നാടിനും കൂടെ സംരക്ഷണം ലഭിക്കും. अगर वो देश के लोग, वो सिटीजन के लोग अगर उधर है तो उनके कारण वो देश नाश होने से बच जा सकता है, क्योंकि ये लोग जो है रिस्ट्रेनिंग फोर्स करके एक्ट करता है. ഈ ഭൂമിയിൽ ഇന്ന് നമുക്കറിയാം പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. हमें मालूम है दुनिया में जो है पाप जो है बढ़ता जा रहा है. പാപികളും വർദ്ധിക്കുന്നു. पापी लोग भी बढ़ते जा रहे हैं. എന്നിട്ടും എന്തുകൊണ്ട് ദൈവം ഈ ലോകത്തെ ഇന്നും സംരക്ഷിച്ചു നിർത്തുന്നു? फिर भी क्यों परमेश्वर इस धरती को जो है संभाल के रख के चला जा रहा है? ഒറ്റ കാരണം, उसका एक ही कारण है.
ലോകത്തെ നശിപ്പിക്കാതിരിക്കത്തക്കതുപോലെ സംരക്ഷണ ശക്തിയായി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭ നിലനിൽക്കുന്നു. परमेश्वर की कलीसिया इस धरती पर है एक रिस्ट्रेनिंग फोर्स के जैसा, जो इस दुनिया पाप में दुनिया को संभालते जा रहा है. നമുക്കറിയാം ലോകത്തിലേക്ക് എതിർ ക്രിസ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. और हमें पता है कि दुनिया में जो है एंटी क्राइस्ट आते जा रहा है. എന്തുകൊണ്ട് അവൻ ഇതുവരെ വെളിപ്പെടാഞ്ഞത്? क्यों ये मसीह विरोधी अभी तक क्यों नहीं प्रकट हो रहा है पूरी तरह? വായിച്ചാട്ടെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. दूसरा तेस्सलोनिकी की खत 2 अध्याय उसका 6 और 7. तुम उस वस्तु को जानते हो जो उसे अभी रोक रहा है कि वह अपने ही समय में प्रकट हो, क्योंकि अधर्म का भेद अब भी कार्य करता जाता है, पर अभी एक रोकने वाला है, और जब तक वह दूर न हो जाए वह रोके रहेगा. आमीन. എതിർ ക്രിസ്തുവിനെ എന്താ തടുക്കുന്ന ആരോ എന്തോ ഇന്ന് ലോകത്തിലുണ്ട്. देखिए, ये मसीह विरोधी करके एंटी क्राइस्ट को रोकने वाला कुछ तो है अब इस दुनिया में. അതെന്താ? वो क्या है रोकने वाला वस्तु? നമ്മൾ പൊതുവെ കേൾക്കുന്നത് പരിശുദ്ധാത്മാവാണ് എതിർ ക്രിസ്തുവിനെ തടയുന്നതെന്നാണ്. हम लोग जनरली ये समझते हैं कि होली स्पिरिट जो है रोकता है करके हम लोग देखते हैं. അതിനേക്കാൾ കൂടുതൽ അർത്ഥവത്തായത് ദൈവസഭയുടെ സാന്നിധ്യമാണ് ലോകത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രവേശനത്തെ തടഞ്ഞു നിർത്തുന്നതെന്നുള്ളതാണ്. लेकिन उससे भी बढ़कर होली स्पिरिट नहीं, बल्कि प्रभु की कलीसिया जो है उसे रोक कर रखा है. प्रभु की कलीसिया का प्रेजेंस है इस अधर्म को, नहीं तो इस मसीह विरोधी को रोक के रखा हुआ है. തീർച്ചയായും ദൈവസഭയോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. सच में देखा जाएगा तो कलीसिया के साथ पवित्र आत्मा है. അതുകൊണ്ട് അതും തെറ്റല്ല. എന്നാൽ കുറെ കൂടെ കൃത്യതയോടെ പറഞ്ഞാൽ സ്തോത്രം, ദൈവസഭയുടെ ഭൂമിയിലെ സാന്നിധ്യമാണ് എതിർ ക്രിസ്തുവിന് ഇവിടെ പ്രവേശിപ്പാൻ ഇതുവരെ കഴിയാതെ തടയുന്ന ശക്തി. तो होली स्पिरिट तो परमेश्वर की कलीसिया के साथ है. तो होली स्पिरिट जो आंसर है वो गलत नहीं है, लेकिन और थोड़ा क्लियर आंसर क्या है? परमेश्वर की कलीसिया है जो ये मसीह विरोधी एंटी क्राइस्ट को रोक के रखने वाला वस्तु. മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आप लोगों को? സ്തോത്രം. അപ്പോൾ ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം നാം ഇപ്പോൾ ചിന്തിക്കുന്നത് 8ാമത്തേതാണ്. സ്തോത്രം. ഈ ഭൂമിക്ക് ഒരു സംരക്ഷണ വലയം, ഭൂമിക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഒരു സംരക്ഷണ വലയം ഒരുക്കുന്ന ഒരു വലിയ ദൗത്യത്തോടുകൂടെയാണ് സഭ ഇവിടെ ആയിരിക്കുന്നത്. प्रभु की कलीसिया एक बड़ा मकसद के साथ, पर्पस के साथ इस दुनिया में है. परमेश्वर का एक रिस्ट्रेनिंग फोर्स के जैसा, पापमय से भरा हुआ दुनिया को बचाता हुआ एक रिस्ट्रेनिंग फोर्स के जैसा प्रभु ने कलीसिया को धरती में दुनिया में रखा हुआ है. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സാധാരണക്കാരായിരിക്കാം. भाई और बहनों, हम लोग साधारण लोग हैं. നമുക്ക് ഈ ലോകം ഒരു വിലയും തരുന്നില്ലായിരിക്കാം. दुनिया मुझे और आप लोग को कोई कीमत भी नहीं देता होगा, നമ്മളും നമുക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. और हम भी अपने आप को कोई कीमत नहीं दे रहे हैं. പക്ഷേ നമ്മുടെ വാല്യൂ, നമ്മുടെ മൂല്യം നാം തിരിച്ചറിയണം. लेकिन हमारा वैल्यू, हमारा कीमत क्या है कर हमें समझना जरूरी है. ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു ദേശത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം തന്റെ മക്കളായി വിശുദ്ധന്മാരായി വെച്ചിരിക്കുന്നത് ആ ദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ക്രോധം അവിടേക്ക് പകരപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയാണ്.
एक परिवार में, एक समूह में, एक सिटी में, एक देश में प्रभु ने मुझे और आप लोग को क्यों रखा है, उस प्रभु का क्रोध उस जगह में नहीं आने के लिए एक रिस्ट्रेनिंग फोर्स के जैसा प्रभु ने मुझे और आप लोगों को इस जगह पर, विभिन्न जगहों पर प्रभु ने रखा है। കാര്യം മനസ്സിലായോ? आप लोग को समझ में आ रहा है मैं क्या कह रहा हूं? സ്തോത്രം. നാം ഈ ലോകത്തിൽ ലോകം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു സംരക്ഷണ ശക്തിയാണ് നാം. ദൈവക്രോധത്തെയും എതിർ ക്രിസ്തുവിനെയും ഒക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു വലിയ ശക്തിയാണ്. और दुनिया जाने या नहीं जाने तो भी प्रभु ने कलीसियाई तौर से मुझे और आप लोग को रखने का मकसद क्या है? एज अ रिस्ट्रेनिंग फोर्स, मसीह विरोधी को, अधर्म को रिस्ट्रेन करने के लिए प्रभु ने कलीसियाई तौर में मुझे और आप लोग को रखा है। ദൈവക്രോധം ഈ ലോകത്തിലേക്ക് പകരപ്പെടാൻ പോവുകയാണ്. प्रभु का क्रोध, गसब जो है इस दुनिया में उतरने वाला है। പക്ഷേ ദൈവസഭ ഇവിടെ നിന്നും മാറാത്തിടത്തോളം കാലം ആ ക്രോധം ലോകത്തിന്റെ മേൽ പകരപ്പെടുകയില്ല. प्रभु की कलीसिया जब तक उसका प्रेजेंस इस धरती में है तब तक प्रभु का क्रोध नहीं तो गसब जो है इस धरती पर नहीं आएगा। ഉൽപ്പത്തി തന്നെ 19 അധ്യായം 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. उत्पत्ति 19 का 12 से लेके हम लोग जब भी पढ़ेंगे तो पैदाइश 19 का 12 से लेके पढ़ेंगे तो ये बात को हम लोग व्यक्त रूप से देख सकते हैं। സ്തോത്രം. അവിടെ മുഴുവനും വായിക്കുവാൻ നമുക്ക് നേരമില്ല. पूरा पढ़ने के लिए हमारे सामने समय नहीं है। അതിന്റെ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. पैदाइश 19 का 15 से लेके 15 वचन में दो बातों को देख सकते हैं। ഒന്ന്, അവിടെ പകരപ്പെടാൻ പോകുന്ന ക്രോധത്തിൽ നിന്നും നീതിമാന്മാരായ ലോത്തും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ അവർ പട്ടണത്തിന് പുറത്തു പോകണം. देखिए, प्रभु का क्रोध सोदोम और गोमोरा में आ रहा है, लेकिन उससे पहले धर्मी लोग, रास्तबाज लोग, लूत और उसका परिवार उस शहर से बाहर आना जरूरी है। എങ്കിൽ മാത്രമേ അവർ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ऐसा बाहर आएंगे तो ही ये लूत और परिवार जो है उस क्रोध से, उस गसब से बच पाएगा। ഇതുപോലെ ലോകത്തിലേക്ക് ദൈവക്രോധം പകരപ്പെടുമ്പോൾ ദൈവസഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടെങ്കിലേ ദൈവക്രോധത്തിൽ നിന്നും നാം രക്ഷപ്പെടുകയുള്ളൂ. इसी तरह परमेश्वर का क्रोध इस धरती में गिरने से पहले प्रभु की कलीसिया को यहां से उठा लिया जाएगा, तब चलकर जो है परमेश्वर का क्रोध यहां पर प्रकट हो सकता है। അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്, സ്തോത്രം, എതിർ ക്രിസ്തു ഭൂമിയിൽ ലോകത്തിലേക്ക് വന്ന് മഹാപീഡനകാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വരികയും ദൈവസഭയെ എടുത്ത് കൊള്ളപ്പെടുകയും തന്റെ അടുക്കൽ ചേർക്കുകയും ചെയ്യുമെന്ന്. इसके लिए हम लोग इस तरह देखते हैं और समझते भी हैं कि क्रोध आने से पहले प्रभु आएगा और अपनी कलीसिया को जो है अपनी ओर लेके जाएगा, महिमा में लेके जाएगा और उसके साथ वास करेंगे कर हम लोग सीखते हैं और सिखाते भी हैं। മനസ്സിലാവുന്നുണ്ടല്ലോ? समझ में आ रहा है आप लोगों को? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പഠിക്കുന്നത്. ഒന്ന്, നാം തന്നെ ദൈവക്രോധത്തിൽ നിന്നും വിമോചിതരാകണമെങ്കിൽ ദൈവക്രോധം പകരപ്പെടുന്ന ഇവിടെ നിന്നും മാറേണ്ടതുണ്ട്. सबसे पहला दो बातों को हम लोग देते हैं, उसमें सबसे पहला, अगर हम खुद क्रोध से बचना है तो हमें इस जगह से बाहर निकलना पड़ेगा। രണ്ടാമത് പറയുന്നത് അതിന്റെ 27ാമത്തെ വാക്യത്തിലാണ്, 22ാമത്തെ വാക്യത്തിൽ. अगला जो है उत्पत्ति की किताब पैदाइश 19 का 22वां वचन में है। अगला भाग हम लोग देखते हैं। അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. कोई भी जरा पढ़े। फुर्ती से वहां से भाग जा, क्योंकि जब तक तू वहां न पहुंचे तब तक मैं कुछ न कर सकूंगा।
इसी कारण उस नगर का नाम सोअर पड़ा। രണ്ടാമത്തെ കാര്യം, ലോത്തിനോട്, നീതിമാനോട് പറയുക, നീ ഈ പട്ടണം വിട്ട് പുറത്തു പോകുവോളം, സംരക്ഷിത സ്ഥലത്ത് എത്തുവോളം ഈ സൊദോം ഗൊമോറയുടെ മേൽ എനിക്ക് ക്രോധം പകരുവാൻ കഴിയുകയില്ല. देखिए 22वां वचन से हम लोग ये देखते हैं कि जब तक दूत से प्रभु कहता है, प्रभु का फरिश्ता ये कहता है कि जब तक एक सुरक्षित जगह पर तू नहीं पहुंचता तब तक सोदोम और गोमोरा में मैं क्रोध की क्लेश को नहीं पहुंचा सकता। എന്നതുപോലെ ദൈവസഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നത് വരെ ദൈവം തന്റെ ക്രോധം ലോകത്തിന്റെ മേൽ പകരുകയില്ല. तो इसी तरह प्रभु की कलीसिया को प्रभु उठाने से पहले प्रभु अपनी क्रोध को इस धरती पर नहीं उतारेगा। മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आप लोगों को? സ്തോത്രം. ഈ രണ്ട് വിഷയങ്ങൾ വെച്ച് ദൈവം ലോത്തിനെയും കുടുംബത്തെയും, അവിടെ ഉണ്ടായിരുന്ന നീതിമാന്മാർ 10-ൽ താഴെ മാത്രം സംഖ്യ വരുന്ന 4 പേര് മാത്രം വരുന്ന ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്നും പുറത്തെത്തിച്ചു. इसी तरह केवल छोटा सा एक संज्ञा इस परिवार को, जो है लूत और उसके परिवार को, उस सोदोम और गोमोरा से बाहर निकाला प्रभु ने। സ്തോത്രം. അവര് അവിടെ നിന്നും പുറത്തു പോയ ശേഷമാണ് ദൈവക്രോധം പകർന്നത്. और ये परिवार जब भी बाहर निकले उसके बाद जो है क्रोध उस सोदोम और गोमोरा में उतर के आया हम देखते हैं। ഇതുപോലെ ദൈവസഭയെ ഈ ലോകത്തിൽ നിന്നും വലിച്ചു മാറ്റി കഴിഞ്ഞിട്ടേ ദൈവത്തിന്റെ ക്രോധം ഇവിടേക്ക് പകരപ്പെടുകയുള്ളൂ. इसी तरह प्रभु की कलीसिया को भी प्रभु लेके जाने के बाद ही इस धरती पर अपना क्रोध को उतारेंगे। നമ്മളെ എവിടേക്കാ മാറ്റുന്നേ? हमको कहां पर अलग कर रहा है प्रभु? ഈ ഭൂമിയിൽ ഒരു സ്ഥലവുമില്ല ദൈവക്രോധം പകരപ്പെടാത്തതായിട്ട്. ये दुनिया में ऐसा कोई भी जगह नहीं होगा जहां पर प्रभु का क्रोध नहीं उतरा होगा। हर एक जगह पर प्रभु का क्रोध जो उतरा होगा। അതുകൊണ്ട് നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മൾ എണ്ണത്തിലും ഒരു വലിയ സംഖ്യയാണ്. ദൈവക്രോധം പകരപ്പെടാത്ത ഒരു സ്ഥലവും ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. तो धरती में कोई एक जगह पर खोने में मुझे आप लोग को परमेश्वर सुरक्षित जगह पर नहीं लेके जाने वाला, क्योंकि धरती के हर एक जगह पर जो है प्रभु का क्रोध उतर के आने वाला है। അതുകൊണ്ട് കർത്താവ് തന്റെ ക്രോധത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് തന്നെ മറ്റൊരു പ്ലാനറ്റിലേക്ക്, മറ്റൊരു ഗ്രഹത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. इसलिए प्रभु जो है इस धरती से मुझे आप लोगों को हटाकर अपने स्थान पर, अपने भवन पर जो है लेके जाने वाला है। അങ്ങനെ ഈ ലോകത്തിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്നും രക്ഷിച്ച് കർത്താവ് കൊണ്ടുപോകുന്ന ആ പ്രക്രിയയുടെ പേരാണ് റാപ്ചർ അഥവാ ഉൽപ്രാവണം. और ऐसा प्रभु मुझे आप लोगों को लेके जाने वाला, नहीं तो इस क्रोध से मुझे आप लोगों को लेके जाने वाला उस प्रक्रिया को रैप्चर करके हम लोग बुलाते हैं। മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आप लोगों को? സ്തോത്രം. ലോത്തിനെയും കുടുംബത്തെയും അവര് 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 2 ദൂതന്മാര് 2 പേരെ വീതം വലിച്ചെടുത്തോണ്ട് പോവുകയായിരുന്നു. और हम लोग देखते हैं कि लूत और परिवार को जो है फरिश्ता उन्हें खींच कर बाहर लेके गया कर हम लोग देखते हैं। എന്നാൽ നമ്മെ കൊണ്ടുപോകാൻ വരുന്നത് ദൂതന്മാരല്ല. लेकिन मुझे आप लोगों को लेके जाने के लिए स्वर्गदूत या फरिश्ते नहीं आने वाले हैं। പിന്നെങ്ങനെയാ നമ്മൾ പോകുന്നേ? നമ്മെ ആരാ പിന്നെ കൊണ്ടുപോകുന്നേ? तो हमें लेके जाने के लिए कौन आने वाला है? പ്ലീസ് കം ഓൺ. यीशु मसीह आने वाले। യേശു. അതെ, ഒന്ന് കർത്താവ് നേരിട്ട് വന്ന് നമ്മെ കൊണ്ടുപോകും. सबसे पहला प्रभु यीशु मसीह खुद आकर मुझे आप लोगों को लेके जाएगा। പക്ഷെ എയർപോർട്ട് വരെ കർത്താവ് വരുത്തുള്ളല്ലോ. लेकिन एयरपोर्ट तक ही प्रभु यीशु मसीह आने वाला है। നിങ്ങൾ നാട്ടിൽ നിന്ന്
ആരെങ്കിലുമൊക്കെ വരുത്തുമ്പോഴേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് പോലെ കർത്താവ് മേഘങ്ങളിൽ വന്നിട്ട് കൊണ്ടുപോകും. അവിടം വരെ പിന്നെ ആരാ നമ്മളെ കൊണ്ട് ചെല്ലുന്നത്? देखिए, जिस तरह एयरपोर्ट तक हम लोग किसी को ड्रॉप करते हैं, उसके बाद तो हम लोग नहीं जाते। प्रभु आएगा उस आसमान पर, आसमान में आकर हमें ले जाने के लिए आएगा। तो उधर तक कौन लेके जाने वाला है हमें? आसमान तक हमें कौन लेके जाने वाला है? പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇന്ന് നമ്മോട് കൂടെയുള്ള പരിശുദ്ധാത്മാവാണ് നമ്മെ ഇവിടെ നിന്നും കർത്തൃസന്നിധിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നത്. हमारे अंदर वास करता वो पवित्र आत्मा जो है, हमें उस स्थान पर नहीं तो उस आसमान की ओर तक जो है हमें लेके जाएगा कर कर प्रभु के वचन में हम लोग सीखते हैं। ദൂതന്മാരല്ല നമ്മെ കൊണ്ടുപോകുന്നത്, പരിശുദ്ധാത്മാവാണ്. देखिए, फरिश्ते नहीं, स्वर्गदूत नहीं, बल्कि हमारे अंदर वास करता हुआ पवित्र आत्मा जो है मुझ और आप लोगों को उस स्थान पर पहुंचाता है। എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. एफिसियों के खत पहला अध्याय उसका 13 और 14वां पंक्ति, 4-ാം അധ്യായം 30-ാമത്തെ വാക്യം, चौथा अध्याय उसका 30वां पंक्ति, 2 കൊരിന്ത്യർ 5:5. दूसरा कोरिन्थियों 5 का 5। ഈ വാക്യങ്ങളൊക്കെ പറയുന്നു, വീണ്ടെടുപ്പിൻ നാളിനായി ദൈവം നമ്മെ തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. वहां पर हम लोग ये वचन में सारे पढ़ते हैं कि उद्धार के लिए पवित्र आत्मा का मोहर लगाए हुए लोग हैं, मैं और आप लोग। മനസ്സിലാവുന്നുണ്ടല്ലോ? समझ में आ रहा है क्या आप लोगों को? വീണ്ടെടുപ്പിൻ നാളിനായി, छुटकारे का दिन के लिए, വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. छुटकारे के दिन के लिए, नहीं तो उद्धार के दिन के लिए परमेश्वर ने अपनी आत्मा का मोहर मुझ और आप लोग के ऊपर लगाया हुआ है। 2 പ്രധാന ശക്തികളാലാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ദൈവസഭ ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. 2 शक्तियों से जो है कलिसिया, नहीं तो मैं और आप लोग जो है यहां से उठा लिया जाएगा। ഒന്നാമത്തെ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുന്ന ഒന്നാമത്തെ ശക്തി നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്നും വരുന്ന വചനമാണ്. കർത്താവിന്റെ ഗംഭീരനാദം എന്നാണ് 1 തെസ്സലോനിക്കർ 4:16 പൗലോസ് അതേപ്പറ്റി പറയുന്നത്. देखिए, पहला थिस्सलुनीयों 4 का 16 में हम लोग देखते हैं कि परमेश्वर प्रभु आप ही स्वर्ग से उतरेगा और स्वयं ललकार से प्रधान दूत का शब्द सुनाई देगा। मतलब परमेश्वर के स्वयं ललकार, उसके शब्द से मुझ और आप लोगों को उठा लिया जाएगा। കർത്താവിന്റെ ഗംഭീര നാദം, കർത്താവ് എന്നവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഗംഭീരനാദം. और वहां पर प्रभु के स्वयं, प्रभु खुद स्वयं ललकार के, परमेश्वर की तुरही, नहीं तो परमेश्वर की आवाज, नहीं तो उनके वचन से जो है मुझे और आप लोग उठा लिया जाएगा। Yeah, the first power is the power of the uttered word of God, the spoken word that proceeds from the mouth of the Lord, the risen and the descending Christ. और परमेश्वर जो जीव उठा है वो अपने ही वचन से, अपने ही मुंह के वचन से मुझे और आप लोग को उठा लिया जाएगा। മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आप लोगों को? സ്തോത്രം. ജോൺ 5:25, യോഹന്നാൻ 5:25 എന്ന് വായിച്ചോളൂ. यूहन्ना का रचित सुसमाचार 5वां अध्याय उसका 25वां पंक्ति, मैं तुमसे सच सच कहता हूँ, वह समय आता है और अब है जिसमें मृतक परमेश्वर के पुत्र का शब्द सुनेंगे और जो सुनेंगे वे जिएंगे। കർത്താവ് പറയുകയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ഉയർക്കും. देखिए वहां पर क्या लिखा है कि मरे हुए परमेश्वर के, मृतक परमेश्वर के पुत्र के शब्द सुनेंगे और जो सुनेंगे वे जिएंगे। ആ
ദൈവപുത്രന്റെ ശബ്ദമാണ് 1 തെസലോനിക്കർ 4:16 കർത്താവിന്റെ ഗംഭീരനാദം. और वही परमेश्वर का पुत्र का शब्द है. हम लोग ने 1 थिस्सलुनीय 4:16 में देखा कि वो स्वयं ललकार के साथ परमेश्वर के खुद उस शब्द के साथ मुझे आप लोग को उठा लिया जाएगा. രണ്ടാമത്തെ ശക്തി, നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് എടുക്കുന്ന രണ്ടാമത്തെ ശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. और दूसरा शक्ति जो मुझे आप लोग को उठा लिया जाएगा वो है पवित्र आत्मा की शक्ति. അതിനെ ദ പവർ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നും വിളിക്കുന്നു. और उसके लिए हम पुनरुत्थान की शक्ति करके हम लोग बुलाते हैं. ഫിലിപ്പിയർ 3:21, फिलिपियों के खत 3:21 पंक्ति, റോമാലേഖനം 8:11, रोमियो 8:11 पंक्ति. ഇങ്ങനെ പല ഭാഗങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ തിരുസന്നിധിയിലേക്ക് ചേർക്കുന്നതായി. ऐसे बहुत सारे वचन हैं जहां पर हम लोग देखते हैं कि परमेश्वर अपनी आत्मा से प्रभु के लोगों को उठा लिया जाएगा. മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहा है आप लोगों को भाई बहनों? ഓക്കെ. ദൈവം സഭയെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന 8ാമത്തെ ഉദ്ദേശമാണ് ഈ ലോകത്തിന്റെ സംരക്ഷണ ശക്തിയായി, ദൈവക്രോധത്തെ തടഞ്ഞു നിർത്തുന്ന ശക്തിയായി ദൈവസഭയായിരിക്കുക. तो 8वां मकसद क्या है कलीसिया का? एक रिस्ट्रेनिंग फोर्स के जैसा प्रभु ने कलीसिया को धरती में रखा हुआ है. प्रभु का क्रोध को रिस्ट्रेन करता हुआ हम लोग देख सकते हैं ये कलीसिया. ഇന്ന് നാം കാണുന്നുണ്ട് പാപവും പാപികളും പെരുകുന്നതായിട്ടല്ലേ? हम लोग देख रहे हैं ना कि पापी और पाप कितना बढ़ रहे हैं करके. 12ാം സങ്കീർത്തനം പറയുന്നത് പോലെ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. 12वां भजन संगीता इस तरह गाता है कि प्रभु जी हमें बचाइए क्योंकि रास्तबाज कम होते जा रहे हैं. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? क्या वो समझ मुझे आप लोग को है क्या? നീതിമാന്മാർ കുറയുന്നതായി നമുക്ക് തോന്നുന്നുണ്ടോ? क्या आपको लग रहा है कि रास्तबाज लोग कम होते जा रहे हैं दुनिया में? ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ? आप लोग ध्यान दे रहे हैं इस बात को? വിശുദ്ധന്മാർ, നീതിമാന്മാർ, ഭക്തന്മാർ, സത്യക്രിസ്ത്യാനികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. देखें, भक्त लोग, धर्मी लोग, सच्चे मसीह लोग कम होते जा रहे हैं दुनिया में. അത് ഇനിയും കുറയും, പാപികൾ ഇനിയും പെരുകും. और वो संख्या और भी कम होने वाला है और पापी लोग बहुत बढ़ने वाले हैं. നാം ഉൽപ്പത്തിയിൽ കണ്ടതുപോലെ ഒരു ദൈവം ആഗ്രഹിക്കുന്ന മിനിമത്തിൽ ഇത് താഴും, നീതിമാന്മാരുടെ സംഖ്യ. और और एक बार जरा बोलना. നീതിമാന്മാരുടെ സംഖ്യ ഈ ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമുള്ള മിനിമം സംഖ്യയേക്കാൾ താഴും, കുറയും. और दुनिया में मुझे समझ में नहीं आया क्लियरली, और अब हिंदी में बोल दो. दुनिया को परमेश्वर अपनी क्रोध से बचा के रखने के लिए परमेश्वर के हिसाब में जितने धर्मी होना चाहिए कम से कम, उनसे भी धर्मियों की गिनती नीचे गिरेगा. आगे समझ में सबको ना? അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ദൈവസഭയ്ക്ക് സന്തോഷിപ്പാൻ ഒരു വകയുണ്ട്. जब ऐसा होगा तो प्रभु के कलीसिया को आनंदित होने के लिए कारण है. എന്താണ്? वो क्या है? ഈ മിനിമത്തിൽ താഴെയായ നീതിമാന്മാരെ ചേർക്കുവാൻ കർത്താവ് മേഘങ്ങളിൽ വരും. जब भी ऐसा रास्तबाज धर्मी जब भी कम होते जाएंगे तो आनंदित होने के लिए कारण क्या है कि ऐसे धर्मियों को लेके जाने के लिए यीशु मसीह जल्दी आने वाला है. Praise God. മനസ്സിലായോ സംഗതി? समझ में आया आप लोगों को?
എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ. अगर आप लोगों को समझ में नहीं आया तो पूछिए. ശരി, ചോദ്യങ്ങളില്ല. അപ്പോൾ കർത്താവ് നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, സഭയുടെ 8ാമത്തെ ഉദ്ദേശം ദൈവക്രോധത്തെ തടഞ്ഞ്, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ തടഞ്ഞ് സംരക്ഷണമൊരുക്കുക എന്നുള്ളതാണ്. और परमेश्वर ने कलीसिया को रखने का 8वां मकसद यह है कि एक रिस्ट्रेनिंग फोर्स के जैसा मसीह विरोधी को रोकने के लिए, प्रभु का क्रोध को रोकने के लिए परमेश्वर ने कलीसिया को इस पृथ्वी पर रखा गया है. 9ാമത്തെ കാര്യം, 9वां मकसद को देखेंगे. ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്, ലോകത്തെ സുവിശേഷീകരിക്കുക. 9वां मकसद यह है कि कलीसिया को परमेश्वर ने इसलिए रखा है ताकि सुसमाचार को फैलाए. യേശു ക്രൂശിൽ മരിച്ചു, यीशु मसीह सूली पर मरा പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, और पाप के लिए कफारा होकर, नहीं तो प्रायश्चित होकर मर गया. സകല മനുഷ്യർക്കും രക്ഷാമാർഗം തുറന്നു. और सारे इंसान के लिए उद्धार का रास्ता को उन्होंने खोला. ദൈവത്തിങ്കിലേക്കുള്ള പെരുവഴി വെട്ടി തുറന്നു. और परमेश्वर की ओर जाने का रास्ता को परमेश्वर ने खोल दिया. പക്ഷേ ഇത് ലോകം എങ്ങനെ അറിയും? लेकिन परमेश्वर ने ऐसा रास्ता खोला है, उद्धार का रास्ता खोला है करके किस तरह जानेंगे? ദൈവസഭ അത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ മാത്രമേ അതറിയൂ. जब कलीसिया दुनिया को बताएंगे तो ही दुनिया जानेगी ऐसा रास्ता है कि नहीं. അതറിയിക്കേണ്ട കടമ ദൈവസഭയ്ക്കാണ്. उसको बताने का रिस्पॉन्सिबिलिटी मुझे और आप लोग को है, वो जिम्मेदारी मुझे और आप लोग को है. Evangelize the world is both our responsibility or our obligation as well as our right. യേശുവിന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ളത് ദൈവസഭയുടെ കടമയുമാണ്, അവകാശവുമാണ്. और सुसमाचार सुनाने का, दुनिया को सुसमाचार सुनाना प्रभु की कलीसिया का जिम्मेदारी भी है और अवकाश भी है, हम देख सकते हैं. സ്തോത്രം. हक है, अधिकार है, राइट है. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. Both obligation and right of the church is to declare, to herald the good news of the cross of Christ. യേശുവിന്റെ ക്രൂശിന്റെ സദ്വർത്തമാനം ലോകത്തോട് ഘോഷിക്കുക എന്നത് ദൈവസഭയുടെ കടമയുമാണ്, അവകാശവുമാണ്. और खुदावन के सुसमाचार को, यीशु के सुसमाचार को दुनिया में फैलाना कलीसिया का हक है और कलीसिया की जिम्मेदारी है कर कर हम लोग देख सकते हैं. സ്തോത്രം. റോമാലേഖനം 10ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ആ കാര്യം പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. रोमियो के कथ 10वां अध्याय उसका 13वां पंक्ति से हम लोग देख सकते हैं पौलुस इस विषय से बात करता है. അവിടെ പൗലോസ് പറയുന്നു, അതിന്റെ 11ാമത്തെ വാക്യത്തിലുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ ഏവനും ലജ്ജിച്ചു പോകുകയില്ല. उसका 11 वचन जरा देखिए. रोमियो 10 का 11 में क्या लिखा है कि जो कोई उस पर विश्वास करेगा वो लज्जित ना होगा. 13ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. 13 वचन में क्या लिखा है? जो कोई प्रभु का नाम लेगा वो उद्धार पाएगा. രണ്ട് കാര്യങ്ങൾ, 11ൽ വിശ്വസിക്കുക, 13ൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. देखिए, दो बातें, 11 में प्रभु पर विश्वास करना और 13 में उसका नाम लेना. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. लेकिन एक प्रश्न, एक मुसीबत है. സമസ്യ है. അതാണ് 14ാമത്തെ വാക്യം.
वो समस्या है 14वां वचन। എന്താ അതെ ഒന്ന് വായിച്ചു. वो समस्या क्या है? 14वां वचन जरा पढ़िएगा। फिर जिस पर उन्होंने विश्वास नहीं किया वे उसका नाम कैसे लें, और जिसके विषय सुना नहीं उस पर कैसे विश्वास करें, और प्रचारक बिना कैसे सुने। या अगला पद का शुरुआत भी. और यदि भेजे न जाएं तो कैसे प्रचार करें। या ഇനഫ്. പൗലോസ് ഒരു ചോദ്യം ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഇവിടെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്, ഒരു അവരോഹണ ക്രമത്തിൽ. परमेश्वर का दास पौलुस जो एक डिसेंडिंग ऑर्डर में कुछ सवालों को यहाँ पर हमारे सामने रखा हुआ है। കർത്താവിൽ വിശ്വസിക്കണം, सबसे पहले परमेश्वर पर विश्वास करना है। കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. दूसरा, परमेश्वर का नाम को लेना है। രക്ഷിക്കപ്പെടണം. उद्धार पाना है। രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. तो उद्धार पाना है तो उनका नाम को लेना है, विश्वास करना है। വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിശ്വസിക്കണം. नाम लेना है तो वो बंदा विश्वास करना है। വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം. विश्वास करना है तो सुनना है। കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. अगर सुनना है तो कोई प्रचार करना है। പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും പോകണം. अगर प्रचार करना है तो कोई जाना है। പോകണമെങ്കിൽ ആരെങ്കിലും അയക്കണം. अगर जाना है तो किसी को प्रभु भेजना है। മനസ്സിലായോ? समझ में आया आप लोगों को? പൗലോസ് പുറകീന്ന് വരികയായിരുന്നു. पौलुस जो है डिसेंडिंग ऑर्डर में वो बात बता रहे हैं, तो पीछे से आकर ये बात को बता रहा है। തിരിച്ചു പറയാം. इसको उल्टा बोलते हैं। അയക്കപ്പെടണം. नंबर 1 भेजना है। എന്നിട്ട് പോകണം. नंबर 2 जाना है। പ്രസംഗിക്കണം. नंबर 3 प्रचार करना है। അത് ആൾക്കാർ കേൾക്കും. चौथा, प्रचारक करता हुआ प्रचारक को लोग सुनेंगे। കേൾക്കുന്നവർ വിശ്വസിക്കും. पांचवा, सुनने वाले विश्वास करेंगे। വിശ്വസിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കും കർത്താവിനെ. और छठवा, जब विश्वास करेंगे वो लोग पुकारेंगे, नहीं तो प्रभु को बुलाएंगे। വിളിച്ചപേക്ഷിച്ചാൽ ദൈവം അവരെ രക്ഷിക്കും. और सातवां जो है, जब बुलाएंगे पुकारेंगे प्रभु को, वो लोग उद्धार पाएंगे। പക്ഷേ ഇവിടെ അയക്കണം. लेकिन यहां पर भेजना है। ആരെ അയക്കുന്നത്? कौन है भेजने वाला? परमेश्वर। കർത്താവ് തന്നെയാണ്. परमेश्वर खुद भेजता है। കർത്താവ് ഉയർത്തെഴുന്നേറ്റ യേശു നമ്മോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഗോ. और इसलिए परमेश्वर यीशु मसीह जब मरे हुए में से जी उठा, अपने चेलों से कहा कि तुम जाओ, तमाम दुनिया में जाकर लोगों को मेरा चेला बनाओ। അപ്പോൾ പോകാനുള്ള കൽപ്പന കർത്താവ് നമുക്ക് തന്നു. तो जाने के लिए परमेश्वर ने मुझे और आप लोगों को अधिकार दिया है। ആരെയാണ് കർത്താവ് അയക്കുന്നത്? परमेश्वर किसको भेज रहा है? ദൂതന്മാരെയാണോ? क्या फरिश्तों को, स्वर्गदूतों को भेज रहा है? അല്ല. नहीं। ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും ഒരു സമൂഹത്തെയാണോ? क्या परमेश्वर कोई दूसरा कोई कम्युनिटी को भेज रहा है क्या दुनिया का? നമ്മെ, ദൈവസഭയെയാണ്. लेकिन परमेश्वर किसको भेज रहा है? कलीसिया, जो आत्मिक समूह है, उस कलीसिया को परमेश्वर भेज रहा है। അതുകൊണ്ട് നമുക്ക് പോകണം. इसके लिए मुझे और आप लोग को जाना है। പിക്നിക്കിനാണോ? क्या पिकनिक के लिए जाना है? അല്ല. नहीं। പ്രസംഗിക്കാൻ. प्रचार करने के लिए। എന്താ പ്രസംഗിക്കേണ്ടത്? क्या प्रचार करना है? സുവിശേഷം. सुसमाचार को प्रचार करना है। സുവിശേഷം പ്രസംഗിച്ചാൽ ജനം വിശ്വസിക്കും, അവർ രക്ഷിക്കപ്പെടും. और सुसमाचार को जब भी हम लोग प्रचार करेंगे, लोग सुनेंगे, विश्वास करेंगे और उद्धार पाएंगे.
അതെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷാകരമായ സുവിശേഷം പ്രസംഗിക്കുവാനാണ് ദൈവം തന്റെ സഭയെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. दूसरों को उद्धार देने के लिए, उद्धार का सुसमाचार सुनाने के लिए परमेश्वर ने कलीसिया को इस पृथ्वी पर रखा है. നമ്മുടെ പക്കൽ തന്നിരിക്കുന്ന ഈ സുവിശേഷം നാം വെച്ചുകൊണ്ടിരിക്കരുത്. हमारे हाथ में दिया गया हुआ ये सुसमाचार हम अपने ही में सीमित नहीं रखें. ഒരു സംഭവ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആ ഭാഗം. एक 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 इंसिडेंट को बताकर जो है उस पोर्शन को मैं बंद करता हूँ. കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. केरला में हो गया वो एक घटना है. ഇംഗ്ലീഷുകാര് ഭരിക്കുന്ന സമയം, जब इंग्लिश लोग जो हैं रूल करने के टाइम पे ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അന്നത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. एक पॉलिटिशियन को जो है उस जमाने के गवर्नमेंट ने अरेस्ट किया. അറസ്റ്റ് ചെയ്തിട്ട് സർക്കാരിനെതിരായി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. और उस गवर्नमेंट के खिलाफ उसने काम किया या कुछ काम किया, उस वजह से उसको फांसी में चढ़ाने के लिए निर्णय लिया. ഭാര്യയും 3-4 കുഞ്ഞുങ്ങളും ഉണ്ട്. और बीबी और 3-4 बच्चे भी हैं. തൂക്കിക്കൊല്ലാൻ വിധിച്ചത് അറിഞ്ഞിട്ട് ഈ ഭാര്യ ഈ കുഞ്ഞുങ്ങളുമൊത്ത് അങ്ങ് സായിപ്പ് ഭരണാധികാരിയായിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്ന് അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു, എന്റെ ഭർത്താവിനെ തൂക്കിക്കൊന്നാൽ എനിക്കും ഈ കുഞ്ഞുങ്ങൾക്കും ആരുമില്ല, അതുകൊണ്ട് രക്ഷിക്കണം, വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കണം. इनका बीबी ने, ये पॉलिटिशियन का बीबी बच्चों को लेकर जो है उस फॉरेनर के पास गया जो इसका करता है. उसके पास जाकर कहा कि अगर आप मेरे हस्बैंड को फांसी में सजा देंगे तो मुझे और मेरे बच्चे को कोई नहीं होगा, इसके लिए बचाना, उसको ये फांसी का सजा से छुड़ाना करके इसने अनुरोध किया. അയാൾക്ക് ദയ തോന്നി ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. उस आदमी ने उस स्त्री के ऊपर दया दिखाकर उसको अपने घर छोड़ दिया. എന്നിട്ട് അയാളുടെ മെസഞ്ചറിനെ വിളിച്ച് ഒരു സീൽഡ് എൻവലപ്പ്, ഒരു കവർ മുദ്രണം ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ വേഗം ഇത് പൂജപ്പുരയിൽ ജയിൽ അധികാരിക്ക് കൈമാറണം. और ये आदमी ने एक सील्ड एनवेलप में कुछ लिखकर जो है कहा कि जल्दी जाकर पूजापुरा करके एक जेल है, वहां पर इस जेल के मेन हेड को जाकर ये सील्ड एनवेलप देना. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത അന്ന് ആ ദൂതുവാഹി നടന്നാണ് പോകുന്നത്. आजकल के जमाने में गाड़ी और ऐसा कोई ट्रांसपोर्टेशन नहीं है, इसके लिए ये मैसेंजर ये एनवेलप को लेकर चल के गया. പോയ വഴിക്കാണ് അയാളുടെ വീട്. और जाने के वक्त उस रास्ते में ही उस व्यक्ति का घर है. നടന്ന് വീട്ടിൽ ചെന്നു, ഭാര്യയോടും മക്കളോടും കൂടെ അല്പസമയം വിശ്രമിച്ചു. और जाकर ऑन द वे में उस घर में थोड़ा देर वो सोया. വൈകുന്നേരം എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞു, ഇത്രയായില്ലേ, രാത്രി നിന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് പോയാൽ മതി. तो शाम को हो गया, रात हुआ, तो बीबी और बच्चों ने कहा कि अभी आज रात को मत जाइए, कल सुबह जल्दी उठकर आप जाइए कर कर बोल दिया इस मैसेंजर को. അയാൾ അവിടെ കിടന്നുറങ്ങി വെളുപ്പിന് എഴുന്നേറ്റ് ജയിലിലേക്ക് പോയി. और ये आदमी जल्दी सुबह उठकर जो है उस जेल में मैसेंजर चला गया. അയാൾ ജയിലിലെത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീയും കുറെ കുട്ടികളും തലതല്ലി കരയുന്നുണ്ട്. വലിയൊരു ആൾക്കൂട്ടം അവിടെ നിൽക്കുന്നു. जब वो जेल में पहुंच गया तो एक स्त्री और बच्चे जो हैं वहां पर रोता हुआ देखा, और बहुत सारे भीड़ भी उस जेल में है, उस आसपास में है. അയാൾക്ക് എന്തോ ഒന്നും മനസ്സിലായില്ല. ये मैसेंजर को देख के कुछ समझ में नहीं आया. അയാൾ വേഗം ഈ കത്തുമായി ജയിലറിന്റെ അടുക്കലേക്ക് ഓടി. और फुर्ती से ये एनवेलप को लेकर उस जेलर के पास चले गया. അയാൾ പെട്ടെന്ന്
ആ കത്ത് അയച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ അധികാരി പെട്ടെന്ന് അത് തുറന്നു വായിച്ചു. और ये किसने भेजा है कर कर ये जेलर ने देखा, तुरंत एनवेलप को तोड़कर उसने पढ़ना शुरू किया। വായിച്ചതുമല്ല, അയാൾ അലമുറയിട്ട് പറഞ്ഞു, അയ്യോ ദ്രോഹി, നീ എന്തുകൊണ്ട് സമയത്തെത്തിയില്ല? और जैसे ही ये लेटर को पढ़ा, ये जेलर ने सर पे हाथ रखकर कहा कि तू कुछ देर पहले क्यों नहीं आया? ഇതിൽ അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞു. इस लेटर में लिखा है कि इस व्यक्ति को फांसी नहीं देना है, वो नहीं देने के लिए लिखा था, लेकिन वो बात हो गया। നീ താമസിച്ചു പോയി. तू लेट हो गया कर कर जेलर ने उस आदमी से कहा। നീ അല്പം മുൻപെത്തിയിരുന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. अगर तू थोड़े पहले आता, उस आदमी को मैं बचा पाता। എന്താണ് കാരണം? उसका कारण क्या है? ഈ സന്ദേശവുമായി വന്ന ആള് സ്വന്തം സുഖത്തിന് വേണ്ടി വീട്ടിൽ രാത്രി ഉറങ്ങി. देखिए, ये मैसेंजर टाइम पे नहीं आया और अपनी खुशी के लिए अपने घर पर सो गया। കയ്യിലിരിക്കുന്ന സന്ദേശം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. हाथ में रखा हुआ एनवेलप में क्या है कर कर उसको नहीं पता है। നാളെ വെളുപ്പിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ തൂക്കുകയറിൽ നിന്നുള്ള വിമോചനത്തിന്റെ സന്ദേശമാണ് താൻ തന്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് രാത്രി വീട്ടിൽ കിടന്ന് സുഖലോലുപനായി ഉറങ്ങിയത്. उसको ये नहीं पता था उसके हाथ में जो लेटर है, कल फांसी का फंदा लगने से उस आदमी को बचाने का लेटर था उसके हाथ में है कर कर उसको नहीं पता था। എന്റെ കൂടെ നിങ്ങളുണ്ടോ? आप लोग हैं मेरे साथ? आप लोग को समझ में आ रहा है? എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ സന്ദേശം, അതിന്റെ അർജൻസി എന്ന് പറയുന്നത് പാപം നിമിത്തം നിത്യമരണത്തിന് വിധിക്കപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരെ രക്ഷിച്ച് നിത്യജീവങ്കിലേക്ക് നടത്തുവാനുള്ള ജീവന്റെ സന്ദേശമാണ്. അത് വെച്ചുകൊണ്ട് നാം താമസിച്ചാൽ അനേകർ മരിക്കും. ഞാനും നിങ്ങളും അവരുടെ രക്തത്തിന്, അവരുടെ ജീവന് വില പറയേണ്ടി വരും. देखिए मेरे भाई और बहनों, प्रभु मुझे और आप लोग को हाथ में दिया हुआ ये सुसमाचार जो है, बहुत सारे लोगों को ऐसा प्रभु के क्रोध से बचाने का नित्य जीवन का सुसमाचार है। अगर इसे रख के अगर हम लोग ये सुसमाचार दूसरे को नहीं बताएंगे तो उसका जवाब मुझे और आप लोग को प्रभु को एक दिन देना पड़ेगा। ആ കിടന്നുറങ്ങിയ മനുഷ്യനെ പോലെ നാം ആകരുത്. उस घर में सोया हुआ उस मैसेंजर के जैसा मैं और आप लोग नहीं बने। ദൈവസഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കാനാണ്. प्रभु ने कलीसिया को इस धरती पर क्यों रखा है? सुसमाचार को सुनाने के लिए, सुसमाचार को दुनिया को बताने के लिए। This is the very mission of the church. कलीसिया का दौत्य यही है। परमेश्वर की कलीसिया का काम ये है। അതിനുവേണ്ടി നമുക്ക് ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. उसके लिए हम अपने आप को प्रभु के हाथों में समर्पित करेंगे। നമ്മുടെ ജോലിയോടൊപ്പം നമുക്കിത് ചെയ്യാം. हमारे काम के साथ हम लोग इस सुसमाचार को सुना सकते हैं दूसरों। ബിസിനസിനൊപ്പം പഠിത്തത്തിനൊപ്പം നമുക്കിത് ചെയ്യാം. और बिजनेस के साथ, काम के साथ भी मैं और आप लोग ये सुसमाचार को सुना सकते हैं। Every born again Christian is a missionary. ഓരോ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയും മിഷണറി ആയിരിക്കണം. हर एक नए सिरे से पैदा हो गया वह व्यक्ति मिशनरी है। प्रभु ने इसको भेजा है सुसमाचार सुनाने के लिए। രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഓരോ വ്യക്തിയും മിഷൻ ഫീൽഡിലാണ്. और उद्धार नहीं पाए हुए हर एक लोग आपका और मेरा मिशन फील्ड है। അതുകൊണ്ട് എവിടെയായിരുന്നാലും സുവിശേഷം അറിയിപ്പാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. तो इसीलिए हम कहां पर भी हो, सुसमाचार सुनाने के लिए मैं और आप लोग तैयार हो जाए। കർത്താവ് നമ്മെ വിളിക്കുന്നെങ്കിൽ പൂർണ്ണസമയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം അയക്കുന്നിടത്ത് പോയി സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയും നമുക്ക് നമ്മെ സമർപ്പിക്കാം. अगर प्रभु ने आपको निश्चय तौर से बुलाया है तो पूरा काम को छोड़कर पूरी तरह प्रभु की सेवकाई में, जहां पर प्रभु आपको भेजता है वहां पर आप जाना। അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞ് നിർത്തുന്നു. आखिर का मकसद बोलकर मैं बंद करता हूं.
the 10th purpose of the church? 10वां मकसद क्या है कलीसिया का? To prepare a glorious people for himself, to be presented blamelessly but gloriously before him. തന്റെ മുമ്പിൽ കളങ്കമില്ലാതെ തേജസ്സോടെ തനിക്ക് താൻ മുൻനിർത്തേണ്ടതിന് ഒരു തേജസ്സുറ്റ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर अपनी कलीसिया को एक तेजस्वी कलीसिया बनाने के लिए बिना कोई जुरी, बिना कोई कलंक के साथ एक तेजस्वी कलीसिया बनाने के लिए प्रभु ने कलीसिया को इस पृथ्वी पर रखा है. എഫേസ്യർ 1:4, एफिसियों 1:4, എഫേസ്യർ 5:26-27, एफिसियों 5:26 और 27वां वचन, യൂദ 24-25, और यूदा की पत्री 24 और 25. വേറെയും ഒത്തിരി വാക്യങ്ങളുണ്ട്. ചുരുക്കം ഇത്രയുമാണ്. എന്തിനാ ഈ ഭൂമിയിൽ ദൈവം സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്? परमेश्वर, बहुत सारे और भी वचन हैं, लेकिन परमेश्वर ने कलीसिया को रखने का मकसद क्या है? ദൈവത്തിനായി ഒരു തേജസ്സുള്ള സമൂഹത്തെ വാർത്തെടുക്കുക. परमेश्वर के लिए एक तेजस्वी कलीसिया बनाकर उसे कड़ा करना. ദൈവം സൃഷ്ടി നടത്തിയത് മുഴുവനും വെറും ഒരു ആദം ഹൗവമാർക്ക് വേണ്ടിയായിരുന്നില്ല. परमेश्वर ने ये क्रिएशन को ही, ये सृष्टि को ही बनाया, केवल एक आदम और हव्वा के लिए खाली नहीं था. പകരം ദൈവം സകലകാലത്തിനു മുൻപേ ആഗ്രഹിച്ചത് നമ്മെ തേജസ്സുള്ളവരായി തനിക്ക് തന്നെ മുൻനിർത്തുക എന്നുള്ളതായിരുന്നു. परमेश्वर का हमेशा की योजना ये था कि अपनी कलीसिया को एक तेजस्वी कलीसिया होकर बनाए और उन्हें खड़ा करे. This is the very hope of the church. ദൈവസഭയുടെ പ്രത്യാശ ഇതാണ്. मेरे और आप लोगों का कलीसिया का उम्मीद भी वही है. This is the very destiny of the church. ദൈവസഭയുടെ ആത്യന്തിക ലക്ഷ്യം ഇതാണ്. परमेश्वर के कलीसिया का लक्ष्य भी वही है. This is the very possibility of the church. ക്രിസ്തുവിൽ ദൈവസഭയുടെ സാധ്യത ഇതാണ്. परमेश्वर की कलीसिया की संभावना भी यही है कर हम लोग देखते हैं. ഇതിനു വേണ്ടിയാ യേശു ക്രൂശിൽ മരിച്ചത് കേട്ടോ. इसके लिए यीशु मसीह सूली पर अपना जीवन को दिया. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ സൗഖ്യത്തിനായിട്ടല്ല. यीशु मसीह सूली पर मुझे और आप लोगों की बीमारी को हटाने के लिए नहीं है. യേശു ക്രൂശിൽ ചാട്ടവാറടി ഏറ്റത്, അടിപ്പിണറുകൾ ഏറ്റത് കേവലം നമ്മുടെ പനിയും കൊറോണയും ക്യാൻസറും ഹെപ്പറ്റൈറ്റിസും മാറ്റാനല്ല. यीशु मसीह उस चाबुक से मार इसलिए नहीं खाया ताकि मुझे और आप लोग की बीमारी, कोरोना या कैंसर या हेपेटाइटिस बीमारी चले जाए. പിന്നെന്തിനു വേണ്ടിയാ? फिर यीशु मसीह क्यों कोड़े की मार खाए? ക്രൂശിലെ കഷ്ടതയെല്ലാം എന്തിനാ യേശു ഏറ്റത്? सूली के हर एक उस आखिरी बूंद लहू भी यीशु मसीह ने क्यों बहा है? എബ്രായർ 2:10, इब्रानियों 2:10. എടുത്തെങ്കിൽ പെട്ടെന്ന് വായിച്ചോളൂ. जल्दी पढ़े. 2:10. क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है, उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाए तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करे. യേശുവിന്റെ കഷ്ടതകൾ എന്തിനു വേണ്ടിയായിരുന്നു? यीशु मसीह ने दुख क्यों उठाया? സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എന്തിനാ യേശു വന്നത്? क्यों अपनी महिमा को छोड़कर इस पृथ्वी पर आया? എന്തിനാ യേശു ക്രൂശിൽ മരിച്ചത്? क्यों यीशु मसीह सूली पर अपना लहू बहाया? ശരീരമാസകലം അടിയേറ്റത്? क्यों अपने शरीर पर कोड़े की मार खाए? എന്തിനാണ് യേശു നഗ്നനായത്? यीशु मसीह क्यों नंगा होकर उस सूली पर था?
മുഖം തന്റെ തുപ്പലിനും തന്റെ താടി പിടിച്ചു പറിക്കുന്നവർക്കും വേണ്ടി എന്തിനാണ് യേശു തന്നെ തന്നെ വിട്ടുകൊടുത്തത്? उनके मुंह को थूका, उनके दाढ़ी को नोचा, ये सब क्यों परमेश्वर ने अलाउ किया? തന്റെ ശരീരത്തിലെ ഒടുവിലത്തെ തുള്ളി രക്തവും വെള്ളവും വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്തിനൊഴുക്കി തന്നു? यीशु मसीह ने अपने शरीर में आखिरी बूंद लहू और पानी बहा कर हम लोग देखते क्यों ये सब सहा? കേവലം നമ്മെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കാനാണോ? क्या केवल फाइनेंशियली ब्लेस करने के लिए है क्या? കേവലം ശാരീരിക രോഗസൗഖ്യത്തിനാണോ? क्या केवल शारीरिक बीमारी से छुटकारा, चंगाई देने के लिए है क्या? അല്ല. नहीं. ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ എത്ര രോഗികളെ യേശു സൗഖ്യമാക്കി? यीशु सूली पर मरने से पहले ही कितने बीमारियों को यीशु ने चंगाई किया है? എത്ര മരിച്ചവരെ യേശു ഉയർപ്പിച്ചു? कितने मरे हुए को यीशु मसीह ने जी उठाया है? പക്ഷേ ക്രൂശിൽ മരിച്ചത്, കഷ്ടതയേറ്റത് എന്നെയും നിങ്ങളെയും തേജസ് ഉടുപ്പിക്കാനാ. क्यों यीशु मसीह सूली पर मरा, क्यों दुख उठाए? ताकि मुझे और आप लोग को महिमा पिनाए, मैं और आप लोग तेजस्वी कलीसिया बने. ഹല്ലേലൂയ. हालेलुया. ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്നത് ആ തേജസ്സിലേക്ക് നമ്മെ നടത്താനാ. परमेश्वर ने कलीसियाई तौर पर धरती पर मुझे और आप लोग को क्यों रखा है? उस महिमा में मुझे और आप लोग को लेके जाने के लिए. അതാണ് നാം എബ്രായർ 2:10 വായിച്ചത്. वही ദൈവം, इब्रानियों 2:10 में हम लोग ने पढ़ा. ദൈവം, അതായത് പിതാവായ ദൈവം അനേകം പുത്രന്മാരെ എവിടേക്ക്? തേജസ്സിലേക്ക് നടത്തുമ്പോൾ. देखिए 2:10 में हम लोग देखते हैं कि वो मतलब पिता जो करता है अनेक पुत्रों को महिमा में पहुंचाए. അപ്പോൾ നാം ഇന്ന് മാർച്ച് ചെയ്തുകൊണ്ട് പോവുകയാ. मैं और आप लोग मार्च करके आगे बढ़ रहे हैं. ആരുടെ പുറകിലാ? किसके पीछे मैं और आप लोग जा रहे हैं? Who is our captain? मेरे और आप लोग का कैप्टन कौन है? കഷ്ടത സഹിച്ച് തികഞ്ഞവനായ രക്ഷാനായകനാണ് നമ്മുടെ മുൻപിൽ. मेरे और आप लोग के सामने जाने वाला प्रभु कौन है? दुख उठाकर उद्धार दिया वह करता है हमारे आगे. സ്തോത്രം. Praise the Lord. അവന്റെ പുറകെ നാം പോകുന്നത് എവിടേക്കാ? और उसके पीछे मैं और आप लोग जा रहे हैं. कहां पर जा रहे हैं मैं और आप? To the glory, തേജസ്സിലേക്ക്. സ്തോത്രം. ഏത് തേജസ്സിലേക്കാ? सुनाई नहीं दे रहा है ब्रदर. कौन सी महिमा की ओर जा रहे हैं? मेरी आवाज आ रहा था? ഓക്കെ. നാം ഇന്ന് പോകുന്നത് തേജസ്സിലേക്കാണ്. मैं और आप लोग महिमा की ओर जा रहे हैं. ഏത് തേജസ്സിലേക്ക്? कौन सी महिमा की ओर? ആദം ഹവ്വമാർക്ക് ഏദനിൽ നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് അല്ല. आदम और हव्वा को जो जो नुकसान हो गया हुआ, नहीं तो लॉस हो गया हुआ, वो महिमा की ओर नहीं जा रहे हम लोग. പിന്നെ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കാണ് പോകുന്നത്. मैं और आप लोग जो है यीशु मसीह की महिमा की ओर जा रहे हैं. ആദം ഹവ്വമാർക്ക് ഉണ്ടായിരുന്ന തേജസ്സിലേക്കല്ല. आदम और हव्वा को जो महिमा था उसमें नहीं हम लोग जा रहे हैं. പകരം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ലഭിച്ച തേജസ്സിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. किसकी महिमा पर मैं और आप लोग प्रवेश कर रहे हैं? मृत्यु को जीत कर पुनरुत्थान हो गया हुआ उस तेजस प्राप्त किया हुआ, महिमा प्राप्त किया हुआ, उसकी महिमा, यीशु की महिमा में मैं और आप लोग प्रवेश हो रहे हैं. 1 യോഹന്നാൻ 3:2 നമ്മൾ വായിക്കുന്നു, നാം യേശു ക്രിസ്തുവിനോട് സദൃശന്മാരാകും. पहला यूहन्ना की खत उसका 3 अध्याय उसका पहला पंक्ति से हम लोग जब भी पढ़ेंगे तो वहां पर हम लोग देखते हैं कि हम लोग जब वो प्रकट होंगे हम उसके समान होंगे. റോമർ 8:29 നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപരാകും. We will be conformed unto Christ. और रोमियो 8:21 में हम लोग इस तरह देखते हैं कि मैं और आप लोग जब प्रभु यीशु के समान बनेंगे. ഫിലിപ്പിയർ 3:21 നമ്മൾ വായിക്കുന്നു,
നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. और फिलिपियो 3:21 में हम लोग देखते हैं कि हमारे दीन दीन देह का रूप बदलकर अपनी महिमा के देह के अनुकूल बना देंगे करके हम लोग देखते हैं. പ്രിയരെ, ഈ സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം ഈ പറഞ്ഞ 10ാമത്തേതാണ്. देखिए, कलीसिया को प्रभु ने इस धरती पे रखा हुआ आखिरी मकसद क्या है, ये हमने अभी देखा हुआ ये बात है. മനസ്സിലായോ? आप लोग को समझ में आ रहा है? ആ ലക്ഷ്യം തന്നെ വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് വിശുദ്ധരായി ജീവിക്കാം. और यही लक्ष्य को समझकर जो है हम लोग पवित्र होकर आगे जीने के लिए प्रभु के हाथों में समर्पित करें. ഇത് തന്നെ നമ്മുടെ ലക്ഷ്യമായി നമുക്ക് വെക്കാം. यही मेरे और आप लोग का लक्ष्य होना चाहिए. എന്താണ്? क्या है वो? ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. जब भी मैं और आप लोग धरती में हैं, यीशु के स्वभाव के रूपांतर होके हम लोग बदलते जाए. നാം നിത്യതയിലെത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ്സിനോട് അനുരൂപരാവുക. जब भी हम प्रभु के पास जब भी जाएंगे, प्रभु की महिमा में बदल जाएंगे. ആവർത്തിച്ച് നിർത്തുന്നു. ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുക. जब भी हम धरती में हैं, हम यीशु के स्वभाव के अनुसार प्रतिदिन बदलते जाए. നാം സ്വർഗത്തിലെത്തിയാൽ, നിത്യതയിലെത്തിയാൽ നാം യേശുക്രിസ്തുവിന്റെ അതേ മഹത്വ ശരീരം പ്രാപിക്കുക. लेकिन जब भी हम परमेश्वर के पास जब भी पहुंचेंगे, उसकी तेजस्वी शरीर को, महिमा के शरीर को हम पाएंगे. ആ ലക്ഷ്യത്തോടെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. उस लक्ष्य के साथ हमारे पवित्र जिंदगी हम लोग जीवन जिएंगे. प्रभु इस वचन से हमें आशीष अनुग्रह दे. ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുക. अगर कोई है जो उद्धार नहीं पाया है, यीशु पर विश्वास करें. यीशु आपके बदले में मुआ कर आप ये यकीन करें. പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. पाप से मन फिराए. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത് സ്നാനത്തിലൂടെ തെളിയിക്കുക. और यीशु मसीह मरा आकर कर जब आप विश्वास करते हैं, यीशु मसीह जी उठा कर आप विश्वास करते हैं, तो वो बपतिस्मा से साबित करे. പരിശുദ്ധാത്മാവിനെ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. और हमें रूपांतर करने वाला पवित्र आत्मा को पाए. വിശുദ്ധ ജീവിതം നയിക്കുക. पवित्र जिंदगी को बिताए. നമുക്ക് തേജസ് തരുവാൻ വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിയരവന്റെ പ്രത്യാശയാൽ ജീവിക്കുക. और यीशु मसीह के उस दूसरे आगमन की तैयारी के साथ और उम्मीद के साथ प्रतिदिन हम लोग जिए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन से प्रभु मुझे आप लोग को आशीष अनुग्रह दे.